ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കിയവർക്ക് ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നു. 1947 ശേഷമാണ് ഭാരതമുണ്ടായത് എന്നുള്ള തെറ്റായ ചിന്ത അവർക്കുണ്ടായിരുന്നില്ല. അവർ ഇതും അംഗീകരിച്ചിരുന്നില്ല. 1950 ശേഷമാണ് ഭാരതത്തിൽ ജനാധിപത്യ സംവിധാനം ഉണ്ടായതെന്ന്. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള ഭാരതത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചും ഭാരതത്തിൻ്റെ പരമ്പരയെക്കുറിച്ചും ഇവിടുത്തെ രാജാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുമൊക്കെ അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഭാരതത്തിന് മദർ ഓഫ് ഡെമോക്രസി എന്ന രീതിയിൽ ജനാധിപത്യത്തിൻ്റെ അമ്മ എന്ന നിലയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നതും. ഭാരതം കേവലം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ മാത്രമല്ല, ജനാധിപത്യത്തിൻ്റെ അമ്മ തന്നെ ഭാരതമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് വലിയ രീതിയിൽ സ്ത്രീകളും പങ്കുവഹിച്ചിരുന്നു. 15ഓളം സ്ത്രീരത്നങ്ങളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ഭാഗഭാക്കായിരുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന കൂടുതൽ ശക്തമാക്കുന്നതിന് വേണ്ടി അവർ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും ചർച്ചകളും നടത്തിയിരുന്നു. ആ 15 വനിതകളും ഈ രാജ്യത്തിൻ്റെ പല ജാതി മത വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. പല തലത്തിൽ ജോലി ചെയ്യുന്ന ആളുകളായിരുന്നു. നമുക്ക് തീർച്ചയായും ഈ കാര്യത്തിൽ അഭിമാനമുണ്ടാകേണ്ടതാണ്. ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്, അവർ സർക്കാരുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരുടേതായ ഭരണഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ പല രാജ്യങ്ങളിലും സ്ത്രീകളെ അധികാരത്തിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നതിന് ദശകങ്ങൾ വേണ്ടി വന്നിരുന്നു. വോട്ട് ചെയ്യാനുള്ള അധികാരം പോലും പല രാജ്യങ്ങളിലും സ്ത്രീകൾക്കുണ്ടായിരുന്നില്ല. ഇവിടെ അധികാരത്തിലെത്താനും രാജ്യത്തെ നയിക്കാനും ഭരണഘടന ഉണ്ടാക്കുന്നതിൽ പോലും സ്ത്രീകൾക്ക് വ്യക്തമായ പ്രാതിനിധ്യം നൽകിയിരുന്നു. അതിനിടെ സഭാപതിജി, അതുകൊണ്ട് തന്നെയാണ് G20 സമ്മിറ്റ് ഉണ്ടായ സമയത്ത് ഞാനിത് പ്രത്യേകമായി പറഞ്ഞത്. വിമൻ ലെഡ് ഡെവലപ്മെൻ്റ് ആണ് ഇന്നത്തെ കാലത്ത് ലോകത്ത് എല്ലാവരും ഫോളോ ചെയ്യേണ്ടതെന്ന്. എല്ലാവരും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയാറുണ്ട്, അതിനുവേണ്ടി പ്രവർത്തിക്കാറുമുണ്ട്. പക്ഷേ ഞാൻ സ്ത്രീ കേന്ദ്രീകൃത ശാക്തീകരണം, നേതൃസ്ഥാനത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവന്ന് അവരിലൂടെ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാക്കണം എന്ന രീതിയിൽ ചർച്ച ചെയ്ത ആളാണ്. കാരണം ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ ബഹുമാനിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സർക്കാരിന് അവസരം ലഭിച്ചപ്പോൾ ഈ സഭയിലുള്ള എല്ലാവരുടെയും സഹായത്തോടു കൂടി ഏകസ്വരത്തിൽ വനിതാ ശാക്തീകരണത്തിനുള്ള വനിതാ സംവരണ ബിൽ പാസാക്കാനുമായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ മാറ്റം ഇന്ന് കാണാനുമുണ്ട്. ഈ രാജ്യത്തെ എല്ലാ പദ്ധതികളുടെയും പ്രധാനപ്പെട്ട ഗുണം നേരിട്ട് ലഭിക്കുന്നത് ഈ രാജ്യത്തെ വനിതകൾക്ക് തന്നെയാണ്. അവർക്കാണ് പ്രാധാന്യം നൽകുന്നത് ഓരോ പദ്ധതികളിലും. മാത്രമല്ല, നമ്മൾ ഭരണഘടനയുടെ ഈ 75ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഭാരതത്തിൻ്റെ പരമോന്നത പദവിയിൽ ഒരു ആദിവാസി വനിതയാണ് രാഷ്ട്രപതിയായിരിക്കുന്നത് എന്നതിൽ നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ടാകേണ്ടത് തന്നെയാണ്. ആദരണീയ സഭാപതിജി, ഈ സഭയിൽ പോലും സ്ത്രീകളുടെ പ്രാധാന്യം ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല, മന്ത്രിമാരിലും വനിതകൾക്ക് ഓരോ വർഷം കഴിയുന്തോറും പ്രാധാന്യം കൂടുതൽ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് അത് രാഷ്ട്രീയത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും സ്പോർട്സിലായാലും വിദ്യാഭ്യാസ രംഗത്തായാലും ആരോഗ്യരംഗത്തായാലും എല്ലാ മേഖലയിലും ക്രിയേറ്റീവ് വേൾഡിൽ പോലും സ്ത്രീകൾ മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവർ അവരുടേതായ വിജയങ്ങൾ നേടിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് എങ്ങനെ പിന്തുണ നൽകാം എന്ന് മാത്രമാണ് എൻ്റെ സർക്കാർ എപ്പോഴും ചിന്തിക്കുന്നത്. പ്രത്യേകിച്ചും ശാസ്ത്ര സാങ്കേതിക രംഗത്ത്, സ്പേസ് ടെക്നോളജിയിലൊക്കെ സ്ത്രീരത്നങ്ങളാണ് ഇന്ന് ഭാരതത്തിൻ്റെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം ഭാരതത്തിന് ലോകത്തിന് മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെയാണ്. അതിനാണ് സഭാപതിജി, നമ്മുടെ രാജ്യം വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തികയാകാനുള്ള മത്സരത്തിലാണ് നമ്മൾ. അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അതുകൊണ്ട് അവസാനിക്കുന്നില്ല. 140 കോടി ഭാരതീയരുടെയും ദൃഢനിശ്ചയമാണ്, സ്വപ്നമാണ് ഈ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന 2047 വികസിത ഭാരതം കാണണമെന്നത്. അതിനുവേണ്ടി ഓരോ ഭാരതീയനും ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത്. പക്ഷേ അത് നേടിയെടുക്കുന്നതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യമാണ്. അതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ഭരണഘടന പോലും നിലനിൽക്കുന്നത്, പറയുന്നത് ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് അതിനുവേണ്ടി പരിശ്രമിച്ചവരിൽ നിരവധി ആളുകളുണ്ടായിരുന്നു.
സ്വാതന്ത്ര്യസമര സേനാനികളുണ്ടായിരുന്നു, സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, പണ്ഡിതന്മാരുണ്ടായിരുന്നു, സമാജസേവ ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു, അധ്യാപകരുണ്ടായിരുന്നു, നിരവധി മേഖലയിലെ പരിചയസമ്പന്നരായ പ്രൊഫഷണലുകളുണ്ടായിരുന്നു, തൊഴിലാളി സംഘടനയുടെ നേതാക്കന്മാരുണ്ടായിരുന്നു, കർഷക നേതാക്കന്മാരുണ്ടായിരുന്നു. അതായത് ഭാരതത്തിന്റെ എല്ലാ മേഖലയിലും പെട്ട എല്ലാ സമൂഹത്തിന്റെ പ്രതിനിധികൾ അതിൽ പങ്കാളികളായിരുന്നു. അപ്പോഴും വിവിധ മേഖലയിൽപ്പെട്ട എല്ലാ ആളുകളും ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരുപോലെ നിലനിന്നിരുന്നു. രാജ്യത്തിന്റെ വിവിധ മേഖലയിൽ നിന്നും പല ഭാഷയിൽ നിന്ന് വന്ന എല്ലാവരും ഭാരതത്തിന്റെ ഐക്യത്തിന് വേണ്ടി ഒരേ മനസ്സോടെ നിലകൊണ്ടിരുന്നു. അന്ന് ശ്രീ ബാബാ സാഹേബ് അംബേദ്കർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമസ്യ എന്നത്, ഏറ്റവും വലിയ പ്രശ്നമെന്നത്, ഇത്രയും വൈവിധ്യമുള്ള ഈ ഭാരതത്തിൽ പല ഭാഷ സംസാരിക്കുന്ന, പല സംസ്കാരമുള്ള ഭാരതത്തെ എങ്ങനെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകാം, എങ്ങനെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാം, അതിനുവേണ്ടിയാണ് ഈ ഭരണഘടന ഉണ്ടാക്കുന്നത് എന്നായിരുന്നു. അന്ന് ആ ആദർശത്തിനൊപ്പം എല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ നിലകൊണ്ടു. ആദരണീയ സഭാപതിജി, എനിക്കിത് ദുഃഖത്തോടെ അല്ലാതെ പറയാൻ കഴിയില്ല. ഒരു വശത്ത് ഭരണഘടന സൃഷ്ടിച്ച ഈ ആളുകളുടെ എല്ലാവരുടെയും മനസ്സിൽ ഈ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും യൂണിറ്റിയുമായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഭരണമേറ്റെടുത്ത മാനസിക വൈകല്യമുള്ള ചില ആളുകളുടെ ചിന്ത അതായിരുന്നില്ല. ചിലരുടെ മാനസിക വൈകല്യമോ അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥതയോ ഭാരതത്തിൻ്റെ ഐക്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിൽ ഭരണഘടനയെയും രാജ്യത്തെയും പ്രഹരിക്കുകയാണ് അവർ ചെയ്തത്. നാനാത്വത്തിൽ ഏകത്വം എന്നത് ഭാരതത്തിൻ്റെ സവിശേഷതയായിരുന്നു. നമ്മൾ ആ വൈവിധ്യത്തെ ആഘോഷിച്ചിരുന്നു. എന്നാൽ അടിമത്തത്തിൻ്റെ ചങ്ങലയിൽ അഭിരമിക്കുന്നവർ, മാനസിക വൈകല്യമുള്ള ആളുകൾ, ഭാരതത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ചിന്തയില്ലാത്തവർ, 1947 ഭാരതം ഉണ്ടായതെന്ന് ചിന്തിക്കുന്ന ആളുകൾ, അവർ ഭാരതത്തിൻ്റെ വൈവിധ്യത്തിൽ വിരോധാഭാസം കാണാനാണ് ശ്രമിച്ചത്. ഭാരതത്തിൻ്റെ ഏറ്റവും സവിശേഷപ്പെട്ട ആ വൈവിധ്യം ആഘോഷിക്കുന്നതിന് പകരം, ആ അവസരം ഉപയോഗിക്കുന്നതിന് പകരം അതിൽ ചില വിഷത്തിൻ്റെ വിത്തുകൾ വിതച്ച് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തെ ഇല്ലാതാക്കാനാണ് ഈ രാജ്യം ആദ്യമായി ഭരിച്ചവർ ശ്രമിച്ചത്. ഞങ്ങൾക്ക് ഭരിക്കാൻ അവസരം ലഭിച്ച കഴിഞ്ഞ 10 വർഷം ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. ഞങ്ങൾ കൊണ്ടുവന്ന ഓരോ നിയമങ്ങളും ഓരോ പദ്ധതികളും ഈ രാജ്യത്തെ കൂടുതൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഉദാഹരണ സഹിതം ഇവിടെ വിവരിക്കാം. ഏറ്റവും പ്രധാനം ആർട്ടിക്കിൾ 370. ആർട്ടിക്കിൾ 370 എന്നത് രാജ്യത്തിൻ്റെ ഐക്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഭിത്തിയായിരുന്നു. അത് തകർത്തെറിഞ്ഞ് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതാണ് അദ്ദേഹത്തിന് ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശ്രദ്ധാഞ്ജലി. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് ഭാരതത്തിൽ മുഴുവൻ ഒരു ഭരണഘടന കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം രാജ്യത്തിൻ്റെ ഐക്യത്തിനാണ് ഞങ്ങൾ ഏറ്റവും വലിയ മുൻഗണന നൽകുന്നത്. ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യം സാമ്പത്തികമായി ശക്തിപ്പെടണമെങ്കിൽ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും നമ്മുടെ രാജ്യത്തേക്ക് നിക്ഷേപം വരണമെങ്കിൽ ഇവിടെ നികുതി സംവിധാനത്തിൽ ഒരു ഐക്യം ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി GST നടപ്പിലാക്കാൻ വേണ്ടി പല സർക്കാരും ഇവിടെ പരിശ്രമിച്ചിരുന്നു. അതിനെക്കുറിച്ച് പല ചർച്ചകളും നടത്തിയിരുന്നു. പക്ഷേ അത് നടപ്പിലാക്കാൻ ഞങ്ങളുടെ സർക്കാരിന് കഴിഞ്ഞു. ഭാരതത്തിൻ്റെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തിക ഏകീകരണത്തിനും GSTക്ക് ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അതിൽ പഴയ സർക്കാരിനുള്ള പങ്കും ഞാൻ വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വൺ നേഷൻ വൺ ടാക്സ് എന്ന രീതിയിൽ ഭാരതത്തെ സാമ്പത്തികമായി ഐക്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിന്റെ സഭാപതിജി, നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് റേഷൻ കാർഡ്. പക്ഷേ പാവപ്പെട്ട ആളുകൾ ജോലിക്ക് വേണ്ടി ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ അവർക്ക് ഈ റേഷൻ കാർഡ് ഉപയോഗിച്ച് അരി വാങ്ങാൻ കഴിയില്ലായിരുന്നു. ആ സംവിധാനം എടുത്തു മാറ്റി ഈ രാജ്യത്താകെ എവിടെയും ആർക്കും അവരവരുടെ റേഷൻ കാർഡ് ഉപയോഗിച്ച് അവർക്ക് വേണ്ട ധാന്യങ്ങൾ വാങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് വൺ നേഷൻ വൺ റേഷൻ കാർഡ് ഞങ്ങൾക്ക് നടപ്പിലാക്കാനായി. ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി ചികിത്സയ്ക്കുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ അത് അവർക്ക് വലിയ ഉപകാരമായിരുന്നു. കാലങ്ങളായി ഒരു സർക്കാരിനും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ആയുഷ്മാൻ ഭാരത് യോജന ഞങ്ങൾ നടപ്പിലാക്കി. ഒരു സംസ്ഥാനത്തുള്ള വ്യക്തി മറ്റൊരു സംസ്ഥാനത്ത് പോയി ജോലി ചെയ്യുമ്പോൾ
അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അപകടമുണ്ടായാൽ ആ സംസ്ഥാനത്ത് അവിടെയുള്ള ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരുന്നത്? അതുകൊണ്ട് തന്നെ ആയുഷ്മാൻ ഭാരത് യോജന നടപ്പിലാക്കുകയും 5 ലക്ഷം രൂപ വരെയുള്ള ഇൻഷുറൻസ് സൗകര്യം അവർക്ക് നൽകുകയും മാത്രമല്ല രാജ്യത്തെ ഏത് ഹോസ്പിറ്റലിലും ആ കാർഡ് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ വൺ നേഷൻ വൺ ഹെൽത്ത് കാർഡ് എന്ന സംവിധാനം ഞങ്ങൾ നടപ്പിലാക്കി. ഇതെല്ലാം ചെയ്തത് ഭാരതത്തെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി കൊണ്ടുപോകുന്നതിനാണ്. ഇന്ന് ബീഹാറിലുള്ള ഒരു തൊഴിലാളി പൂനെയിൽ ജോലി ചെയ്യുമ്പോൾ എന്തെങ്കിലും അപകടമുണ്ടായാലും എന്തെങ്കിലും രോഗം വന്നാലും അവിടെയുള്ള ഹോസ്പിറ്റലിൽ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പൈസ പോലും കൊടുക്കാതെ ചികിത്സ നേടാൻ കഴിയുന്നു. അതിന് സഭാപതിജി, താങ്കൾക്കും ഓർമ്മയുണ്ടാകും, നമ്മുടെ രാജ്യത്ത് ചില സ്ഥലങ്ങളിൽ വൈദ്യുതി അധികമുണ്ടാകും, പക്ഷേ ചില സ്ഥലങ്ങൾ ഇരുട്ടിലായിരുന്നു. എൻ്റെ ആദ്യ സർക്കാരിൻ്റെ കാലത്ത് തന്നെ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിക്കാനും മാത്രമല്ല പരസ്പരം കണക്ട് ചെയ്യുന്ന തരത്തിൽ വൺ നേഷൻ വൺ ഗ്രിഡ് എന്ന സംവിധാനം വഴി രാജ്യത്ത് എല്ലാ മേഖലയിലും എല്ലായിടത്തും തുല്യമായി എപ്പോൾ വേണമെങ്കിലും വൈദ്യുതി എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ ട്രാൻസ്മിഷൻ ലൈനുകൾ സ്ഥാപിക്കുകയും വൺ നേഷൻ വൺ ഗ്രിഡ് എന്ന സംവിധാനം ഏർപ്പെടുത്തുകയും ചെയ്തു. ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യത്ത് അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിൽ പോലും ഭേദഭാവം ഉണ്ടായിരുന്നു. ചില സംസ്ഥാനങ്ങളോട് വിവേചനം ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് റോഡുകൾ ഉണ്ടാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഒരു ഭേദഭാവവും ഞങ്ങൾ കാണിച്ചിട്ടില്ല. അത് ബംഗാളിലാണെങ്കിലും നോർത്ത് ഈസ്റ്റിലാണെങ്കിലും സിക്കിമിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും ഭാരതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരേപോലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, ടണലുകൾ, പോർട്ടുകൾ, എയർപോർട്ടുകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അത് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രേരണ നൽകിയത് ഈ ഭരണഘടനയാണ്. ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭാരതത്തിൻ്റെ ഏകത എന്ന ആശയമാണ്. ആ ആശയത്തിലുള്ള വിശ്വാസമാണ് ഞങ്ങളുടെ ഈ ചിന്താഗതിയുടെ അടിസ്ഥാനം തന്നെ. അതിന് സഭാപതിജി, ഇന്ന് ലോകത്ത് തന്നെ ഭാരതത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യയെക്കുറിച്ചുള്ള സംസാരമാണ് നടക്കുന്നത്. നമ്മൾ ടെക്നോളജി ജനാധിപത്യവൽക്കരിച്ചതിൻ്റെ ഫലമാണ്. മാത്രമല്ല ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ പഞ്ചായത്തിലും ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി എത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ നേട്ടമാണ് ഭാരതത്തിൻ്റെ ഡിജിറ്റൽ ഇന്ത്യയുടെ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത്. വൈവിധ്യമാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തെയും മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ട് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. അതുകൊണ്ട് തന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ മാതൃഭാഷയ്ക്ക് പ്രത്യേകം പ്രാധാന്യം നൽകിയാണ് ആ നിയമം ആവിഷ്കരിച്ചിട്ടുള്ളത്. മാതൃഭാഷയ്ക്ക് അത്രയധികം പ്രാധാന്യം നൽകുന്നത് കൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട വീട്ടിലെ ഏത് കുട്ടികൾക്കും അവരവരുടെ മാതൃഭാഷയിൽ പഠിച്ച് ഡോക്ടറും എഞ്ചിനീയറും സയൻറ്റിസ്റ്റുമാകാൻ കഴിയുന്നു. ആ രീതിയിൽ നിയമങ്ങൾ മാറ്റിയത് എൻ്റെ സർക്കാരിൻ്റെ കാലത്താണ്. അതിലെനിക്ക് അഭിമാനമുണ്ട്. കാരണം നമ്മുടെ ഭരണഘടന നമ്മളോട് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളിന് ഏറ്റവും മുന്നിലെത്താനുള്ള അവസരം ഭരണകൂടം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. ആ അടിസ്ഥാനത്തിലാണ്, ആ ആശയത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൂടാതെ ഭാരതത്തിലെ പ്രധാനപ്പെട്ട പുരാതന ഭാഷകളെ ക്ലാസിക്കൽ ലാംഗ്വേജിൻ്റെ പരിധിയിൽപ്പെടുത്തി പ്രത്യേകം പദ്ധതികൾ അതിനുവേണ്ടി നടപ്പിലാക്കി അവയെ സംരക്ഷിക്കാനും അതിനു വേണ്ട പ്രചാരണം നൽകാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല വരും തലമുറകളിലും ഈ ചിന്താഗതി ഉണ്ടാകുന്നതിന് വേണ്ടി ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന പദ്ധതി പ്രകാരം തലമുറകളിലേക്ക് ഭാരതത്തിൻ്റെ സംസ്കാരം പകർന്നു നൽകുന്നതിനുള്ള പദ്ധതികളും ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ സാംസ്കാരികതയും വൈവിധ്യവും സംരക്ഷിക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് കാശി തമിഴ് സംഗമം, കാശി തെലുഗു സംഗമം. അങ്ങനെ നിരവധി പരിപാടികൾ, നിരവധി പദ്ധതികൾ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഭാരതത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഭാരതത്തെ ഒത്തൊരുമയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഭരണഘടന ഈ രാജ്യത്തോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിന് സഭാപതിജി, ഇപ്പോൾ നമ്മൾ ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കുകയാണ്. സാധാരണ ഇത്തരം ചടങ്ങുകൾ 25 വർഷത്തിലും 50 വർഷത്തിലും 60 വർഷത്തിലും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ എന്താണ് ഭരണകൂടം ഭരണഘടനയോട് ചെയ്തത് എന്നത് നമുക്ക് ചരിത്രത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട്. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 25-ാം വാർഷികത്തിൽ അത് ആഘോഷിച്ചില്ല എന്ന് പോട്ടെ, ആ ഭരണഘടനയ്ക്ക് ഒരു കടലാസ് പേപ്പറിൻ്റെ വില പോലും ഇല്ലാത്ത രീതിയിൽ മണ്ണിൽ കുഴിച്ചു മൂടുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട്.
ഭാരതത്തിൻ്റെ ഭരണഘടനയെയും ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെയും പൂർണ്ണമായി കുഴിച്ചു മൂടിക്കൊണ്ടാണ് ഭരണഘടനയുടെ 25-ാം വാർഷികം അന്നത്തെ പ്രധാനമന്ത്രി ആഘോഷിച്ചത്. രാജ്യത്തെ ജയിലുകളെല്ലാം അന്ന് നിറഞ്ഞു കവിഞ്ഞിരുന്നു. രാജ്യത്തെ പൗരന്മാരുടെ അവകാശങ്ങളെല്ലാം തന്നെ കവർന്നെടുത്ത് അവരെ പിച്ച് ചീന്തിയിരുന്നു. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഈ രാജ്യത്തോട് കോൺഗ്രസ് ചെയ്ത ആ പാതകമുണ്ടല്ലോ, അതൊരിക്കലും കോൺഗ്രസിന്റെ തലയിൽ നിന്ന് ഒരു കാലത്തും മാഞ്ഞു പോകില്ല. ലോകത്തിലെ ഏത് രാജ്യത്തും ജനാധിപത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കോൺഗ്രസ് ചെയ്ത ഈ പാതകം അവരെല്ലാവരും ഓർക്കുന്നുണ്ട്. ഒരു കാലത്തും ആ കളങ്കം നമുക്ക് മായ്ച്ചു കളയാനാവില്ല. കാരണം ലോകം ആദരിക്കുന്ന ഭാരതത്തിൻ്റെ ജനാധിപത്യത്തെ തന്നെയാണ് അവർ ഇല്ലാതാക്കിയത്. ഭാരതത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട അവരുടെ തപസ്യ മണ്ണിൽ കുഴിച്ചു മൂടുകയാണ് ഇന്ദിരാഗാന്ധി ചെയ്തത്. അതിനാണ് സഭാപതിജി അതേസമയം ഭരണഘടനയുടെ 50-ാം വാർഷികം അത് ആഘോഷിക്കാതിരുന്നോ? ഇല്ല, ആഘോഷിച്ചു. കാരണം ആ സമയത്ത് പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഭരണഘടനയുടെ 50-ാം വാർഷികം വളരെ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് അടൽ ബിഹാരി വാജ്പേയി ചെയ്തത്. അതാണ് ഞങ്ങളുടെ സംസ്കാരം. രാജ്യം ഭരണഘടനയുടെ 50-ാം വാർഷികം ആഘോഷിച്ച് തീരുന്ന ആ കാലയളവിൽ എനിക്കും ഒരു ഭാഗ്യം ലഭിച്ചു. അതേ ഭരണഘടനയുടെ അനുഭവത്തോടുകൂടി ഗുജറാത്ത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി ജനങ്ങളെ സേവിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചത് ആ കാലത്താണ്. മാത്രമല്ല, അതിനുശേഷം ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ 60-ാം വാർഷിക കാലത്ത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് ഗുജറാത്തിൽ വളരെ വലിയ രീതിയിൽ ഞാനതിനെ ആഘോഷപൂർവ്വമായി കൊണ്ടാടി. മറ്റൊരു സംസ്ഥാനത്തും ചെയ്തിട്ടില്ല. ആ സമയത്ത് രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാർ പോലും ഭരണഘടനയുടെ 60-ാം വാർഷികം ആഘോഷിച്ചിരുന്നില്ല. പക്ഷേ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന ഞാൻ ഭരണഘടനയെ ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് ചെരുപ്പിടാതെ ആ ആനയ്ക്ക് പിന്നിലായി നഗ്നപാതനായി മുഖ്യമന്ത്രി നടന്ന് ഞാൻ ജനങ്ങളെ കാണിച്ചു. ഭരണഘടനയാണ് ഏറ്റവും വലുത്, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ അല്ല, ഏറ്റവും പ്രധാനം ഭരണഘടനയാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. വരും തലമുറയ്ക്ക് കൂടി ആ രീതിയിലുള്ള സന്ദേശം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നവംബർ 26-ന് ഭരണഘടനാ ദിനമായി ആഘോഷിക്കാൻ എൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തീരുമാനിച്ചപ്പോൾ ഇവിടെ ജനുവരി 26 ആഘോഷിക്കുന്നുണ്ടല്ലോ, പിന്നെ നവംബർ 26-ന് എന്തിനാണ് ഒരു പ്രത്യേക ആഘോഷം എന്ന് ചോദിച്ച പ്രധാനപ്പെട്ട വശിഷ്ഠ നേതാവ് ഈ സഭയിൽ ഇപ്പോഴും ഇരിപ്പുണ്ട്. തീർച്ചയായും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഭരണഘടനയുടെ 75-ാം വാർഷിക കാലത്ത് വളരെ വലിയ ചർച്ച ഈ സഭയിൽ നടന്നതിൽ വരും തലമുറയ്ക്കും പുതിയ യുവാക്കൾക്കും ഒക്കെ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഒക്കെ ഈ ചർച്ച മൂലം കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതിനോടൊപ്പം തന്നെ ചില ആളുകൾ അവരുടെ പരാജയത്തിൻ്റെ വിഷമം മറക്കാൻ ചില ആരോപണങ്ങളും ഉന്നയിക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ശക്തി കൊണ്ടാണ് എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക്, നിരവധി ആളുകൾക്ക് ഈ സഭയിൽ എത്താനും പ്രധാനമന്ത്രി പദം വരെ നേടിയെടുക്കാനും കഴിഞ്ഞത്. സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് പോലും ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദത്തിലെത്താൻ കഴിഞ്ഞത് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മഹത്വം കൊണ്ടാണ്. ഭരണഘടനയുടെ അധികാരം കൊണ്ടും ജനങ്ങളുടെ ആശീർവാദവും കൊണ്ടാണ് എന്നെപ്പോലെയുള്ള പല വ്യക്തികൾക്കും, പല സാധാരണക്കാർക്കും ഒരു രാഷ്ട്രീയ ബാക്ക്ഗ്രൗണ്ടോ സാമ്പത്തികമായ ശക്തിയോ ഇല്ലാതിരുന്നിട്ടും ഈ സഭയിലെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. എന്നെപ്പോലെ നിരവധി ആളുകൾ ഈ സഭയിലുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്തവർ. അത്തരം ആളുകൾക്ക് ശക്തി നൽകിയത് ഈ ഭരണഘടനയാണ്. എനിക്ക് ഇങ്ങനെയും ഒരു സൗഭാഗ്യമുണ്ടായി. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ ജനങ്ങളുടെ അംഗീകാരം നേടിയെടുത്തുകൊണ്ട് ഈ ഭരണഘടന കാരണം ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ ജനങ്ങളെ സേവിക്കാൻ അവസരം ലഭിച്ചു. അതിനാണ് സഭാപതിജി, ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിലും ഇന്ന് ഈ ചർച്ചയുടെ ഭാഗമായി ചില സത്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറയാതെ പോകാനുമാകില്ല. കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന ഒരു കുടുംബം എല്ലാ കാലത്തും ഭരണഘടനയെ അപമാനിക്കാനും ഇല്ലാതാക്കാനും നശിപ്പിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ഒരവസരം പോലും അവർ വിട്ടുകളഞ്ഞിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഒരു കുടുംബത്തെ മാത്രം പ്രത്യേകമായി എടുത്തു പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ 75 വർഷത്തിൽ 55 വർഷവും രാജ്യം ഭരിച്ചത് ഒരു കുടുംബത്തിലെ വ്യക്തികൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് ഓരോ കാലത്ത് സംഭവിച്ചത് എന്നറിയാനുള്ള അവകാശമുണ്ട്. കഴിയുന്നത്രയും തവണ ഈ ഭരണഘടനയ്ക്ക് വെല്ലുവിളി നൽകാനാണ് ഈ കുടുംബം ഭരിച്ചിരുന്ന എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്, ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
ആദരണീയ സഭാപതിജി 1947 മുതൽ 1952 വരെ ഈ രാജ്യം ഭരിച്ചത് ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ആയിരുന്നില്ല. പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തി ഒരു പ്രത്യേക ഭരണ സംവിധാനമാണ് ആദ്യ 5 വർഷം ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പോലും നടന്നിട്ടുണ്ടായിരുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഒരു ഇടക്കാല സർക്കാർ എന്ന നിലയിലാണ് ആദ്യ കാലഘട്ടത്തിലെ സർക്കാർ പ്രവർത്തിച്ചത്. 1951 മുമ്പ് രാജ്യസഭയിൽ പോലും അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. സംസ്ഥാനങ്ങളിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ അല്ലായിരുന്നിട്ട് പോലും ഭരണഘടന എഴുതിയുണ്ടാക്കിയ കഷ്ടപ്പെട്ട ആളുകളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഈ രീതിയിൽ അധികാരത്തിലെത്തിയ പ്രധാനമന്ത്രി അന്ന് തന്നെ 1951 തന്നെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. എന്ത് ഭേദഗതിയാണ് വരുത്തിയത്? പൗരന്റെ മൗലികാവകാശം തല്ലിക്കൊഴിക്കുന്ന രീതിയിൽ, അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. ഭരണഘടനാ സൃഷ്ടാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ അവരെ അപമാനിക്കുകയാണ് നെഹ്റു ചെയ്തത്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഭരണഘടനാ നിർമ്മാണ സമയത്ത് ചർച്ച ചെയ്തിരുന്നതാണ്, അല്ലാതെ അവർ മറന്നുപോയതല്ല. പക്ഷേ അവരുടെ ആ തീരുമാനത്തെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ജനങ്ങളുടെ മൗലികമായ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വിലങ്ങിടുന്ന രീതിയിൽ നെഹ്റു 1951 തന്നെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. ഭരണഘടനാ സൃഷ്ടാക്കളെ പോലും അപമാനിക്കുന്ന തരത്തിൽ ഈ രീതിയിൽ പിൻവാതിലിലൂടെ ഓർഡിനൻസ് പ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയത് നെഹ്റുവാണ്. ആദരണീയ സഭാപതിജി, ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല. ആ സമയത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് നെഹ്റു രാജ്യത്തെ എല്ലാ മുഖ്യമന്ത്രിമാർക്കും ഒരു കത്തെഴുതിയിരുന്നു. ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഭരണഘടന ഏതെങ്കിലും തരത്തിൽ ഭരണത്തിന്റെ വഴിയിൽ തടസ്സമായി വന്നാൽ അതെല്ലാം തന്നെ ഭേദഗതി ചെയ്ത് മാറ്റും. ഇത് നെഹ്റു എഴുതിയതാണ്. നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഈ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിക്ക് എഴുതിയ കത്തിൽ നെഹ്റു പറഞ്ഞിരിക്കുന്നതാണ്: ഏതെങ്കിലും തരത്തിൽ എൻ്റെ വഴിയിൽ ഭരണഘടന തടസ്സമായി വന്നാൽ അത് വെട്ടിമാറ്റി ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഞാൻ മുന്നോട്ട് പോകുമെന്ന്. നോക്കൂ ആദരണീയ അധ്യക്ഷ് ജി, 1951 പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു ഈ പാതകം ചെയ്യുമ്പോൾ അന്നത്തെ പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദ് ജി നെഹ്റുവിനോട് പറഞ്ഞിരുന്നു ഇത് തെറ്റാണെന്ന്. അന്നത്തെ സ്പീക്കർ നെഹ്റുവിനോട് പറഞ്ഞിരുന്നു താങ്കൾ ചെയ്യുന്നത് തെറ്റാണെന്ന്. അന്നത്തെ പ്രസിഡന്റും സ്പീക്കറും മാത്രമല്ല, ആചാര്യ കൃപലാനി ജി, ജയപ്രകാശ് നാരായൺ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ നെഹ്റുവിനോട് പറഞ്ഞിരുന്നു ഇത്തരം ഭേദഗതി വരുത്തുന്നത് തെറ്റാണ്, അങ്ങനെ ചെയ്യരുതെന്ന്. ഭരണഘടനാ സൃഷ്ടാക്കൾ പോലും നെഹ്റുവിനോട് പറഞ്ഞു ഇത് തെറ്റാണെന്ന്. എന്നാൽ ഇത്തരം മഹാന്മാരുടെ വാക്കുകൾ പോലും ചെവിക്കൊള്ളാൻ, സ്വന്തം പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാരുടെ വാക്കുകൾ പോലും ചെവിക്കൊള്ളാൻ നെഹ്റു തയ്യാറായില്ലെന്ന് മാത്രമല്ല, അവരെ എല്ലാം അപമാനിച്ചുകൊണ്ട് സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഭരണഘടനയിൽ ഭേദഗതി വരുത്തി ഭരണഘടനയെയും ഭരണഘടനാ സൃഷ്ടാക്കളെയും ഈ രാജ്യത്തെയും അപമാനിക്കുകയാണ് ചെയ്തത്. അതും ജനങ്ങളുടെ അംഗീകാരമില്ലാത്ത ഒരു സർക്കാർ, ഒരു ഭരണാധികാരി. പണ്ഡിറ്റ് നെഹ്റുവിനെ പോലുള്ള ആളുകൾ അവരുടെ സ്വന്തം ഭരണഘടനയാണ് നടപ്പിലാക്കിയിരുന്നത്. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, അവരുടെ ഇഷ്ടത്തിന് വേണ്ടി എന്ത് രീതിയിലും ഭേദഗതികൾ വരുത്താൻ അവർ തയ്യാറായിരുന്നു. കാരണം അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചാണ് അവർ ഈ രാജ്യം ഭരിച്ചിരുന്നത്. അവരുടെ രക്തത്തിൽ അത്തരം ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി തവണ അവർ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഭേദഗതികൾ കോൺഗ്രസിൻ്റെ കാലത്ത് പല സമയത്തും ചെയ്തു. ആദരണീയ സഭാപതിജി, കോൺഗ്രസ് ഭരിച്ച 60 വർഷത്തിൽ 55 തവണയാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയത്. ഭരണഘടനയിൽ ഭേദഗതി വരുത്തിക്കോട്ടെ, പക്ഷേ അവർ ചെയ്ത എല്ലാ ഭേദഗതികളും രാജ്യത്തെ കൂടുതൽ ദുർബലപ്പെടുത്തുന്നതിനും ശിഥിലമാക്കുന്നതിനും അധികാരം അവരിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനും വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് പ്രധാനം. ആദരണീയ സഭാപതിജി, രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി ചെയ്ത ഈ പാതകത്തിൻ്റെ വിത്തുണ്ടല്ലോ, അത് അവരുടെ അടുത്ത തലമുറയും തുടർന്നുകൊണ്ടേയിരുന്നു. നെഹ്റു ചെയ്തതിനേക്കാൾ കൂടുതൽ അപമാനം ഭരണഘടനയോട് ചെയ്തത് ഇന്ദിരാഗാന്ധി എന്ന പ്രധാനമന്ത്രിയാണ്. 1971 രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വന്നിരുന്നു. രാജ്യത്തിൻ്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ വിധി അട്ടിമറിക്കുന്നതിന് വേണ്ടി ഭരണഘടനയിൽ ഭേദഗതി വരുത്തുകയാണ് അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ചെയ്തത്.
അതുമാത്രമല്ല, ഇന്ദിരാഗാന്ധി അവരുടെ ഭരണകാലത്ത് പിന്നെയും ഭേദഗതികൾ കൊണ്ടുവന്നു. പാർലമെന്റിന് എന്ത് നിയമം വേണമെങ്കിലും പാസാക്കാം. ആ നിയമത്തെ ചോദ്യം ചെയ്യാനോ ഇല്ലാതാക്കാനോ സുപ്രീം കോടതിക്ക് പോലും അധികാരം ഇല്ല എന്നുള്ള രീതിയിൽ ഭേദഗതി കൊണ്ടുവന്നു ഭരണഘടനയിൽ ഇന്ദിരാഗാന്ധി. നമ്മുടെ രാജ്യത്തിന്റെ നീതിന്യായ സംവിധാനത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിൽ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നത് 1971 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ്. ആ കാലത്ത് ഭാരതത്തിലെ പൗരന്മാരുടെ മൗലികാവകാശങ്ങൾക്ക് പോലും തടസ്സം നിൽക്കുന്ന രീതിയിൽ ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. രാജ്യത്തെ ന്യായാധിപന്മാർക്ക് ഒരു അധികാരവുമില്ലാത്ത രീതിയിൽ, അവരുടെ അധികാരത്തിൽ കൈകടത്തുന്ന രീതിയിൽ ഭേദഗതികൾ കൊണ്ടുവന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചതിന്റെ പേരിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കുന്ന തരത്തിലുള്ള വിധി കോടതിയിൽ നിന്നുണ്ടായപ്പോൾ ആ കോടതി വിധിയെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ പാപം ചെയ്തു, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കേവലം അവരുടെ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി, അധികാര കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ പൂർണ്ണമായും കുഴിച്ചുമൂടി ചവറ്റുകുട്ടയിലെറിഞ്ഞു അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. അതുകൊണ്ട് അവസാനിച്ചില്ല, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. 1.5 വർഷക്കാലം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ വേട്ടയാടി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അധികാരത്തിന്റെ ലഹരിയിൽ, അഹങ്കാരത്തിൽ എന്തൊക്കെയോ ചെയ്തു. പക്ഷെ അതുകൊണ്ട് അവസാനിച്ചില്ല. 1975 ഭരണഘടനയുടെ 49ാം ഭേദഗതി പ്രകാരം അവർ ഇങ്ങനെയും ഒരു നിയമം കൊണ്ടുവന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഇവരുടെ തിരഞ്ഞെടുപ്പുകളെ ചോദ്യം ചെയ്ത് ആർക്കും കോടതിയിൽ പോകാൻ പോലും കഴിയില്ല. അതുമാത്രമല്ല, അത് മുൻകാല പ്രാബല്യത്തിൽ മുൻപ് ഈ പദവികൾ വഹിച്ചിരുന്ന ആളുകൾക്കെതിരെ പോലും നമുക്ക് കോടതിയിൽ പോകാൻ കഴിയാത്ത രീതിയിൽ ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവന്നു. ആദരണീയ സഭാപതിജി, ഇവർ ബഹളം വെക്കുന്ന എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് ഭരണഘടനയെക്കുറിച്ച് മാത്രമാണ്, ഞാൻ മറ്റൊന്നും പറയുന്നില്ല. ആദരണീയ സഭാപതിജി, എല്ലാവർക്കും അറിയാവുന്നതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് സാധാരണ ജനങ്ങളുടെ മൗലികാവകാശങ്ങൾ പോലും എടുത്തു കളഞ്ഞു. ജനങ്ങളെ ശത്രുക്കളെ പോലെയാണ് സമീപിച്ചത്. എന്തിനാണെന്ന് പോലും അറിയാതെ ഒരുപാട് ആളുകൾ തടവിലായി. ചില ആളുകൾ ജയിലിൽ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. പത്രസ്വാതന്ത്ര്യത്തിന് പൂട്ടുവീണു. രാജ്യത്തെ കോടതികളിലെ ന്യായാധിപന്മാർക്ക് പോലും നീതി നടപ്പിലാക്കാൻ കഴിയാത്ത രീതിയിൽ ബന്ധിതരാക്കി. അതുമാത്രമല്ല അവർ ചെയ്തത്, ഈ രാജ്യത്തെ കോടതികളും നീതിന്യായ സംവിധാനവും അവർ പറയുന്നത് പോലെ മാത്രം പ്രവർത്തിച്ചാൽ മതി എന്നുള്ള രീതിയിലാക്കി. അതുമാത്രമല്ല ചെയ്തത്, ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കുന്ന തരത്തിലുള്ള വിധി പുറപ്പെടുവിച്ച ജസ്റ്റിസ് ഖന്നയ്ക്ക് സീനിയോറിറ്റി പ്രകാരം സ്വാഭാവികമായി ലഭിക്കേണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവി പോലും ഇവരുടെ വ്യക്തിവിരോധം കാരണം ഇവർ നൽകിയില്ല. അതായത് ഭരണഘടനയെ ബഹുമാനിച്ച ഒരു ജഡ്ജിക്ക് ഭരണഘടനയെ ബഹുമാനിക്കാത്ത ഒരു ഏകാധിപതിയായ ഭരണാധികാരി ഈ രീതിയിലുള്ള ശിക്ഷയാണ് നൽകിയത്. സ്വാഭാവികമായും സീനിയോറിറ്റി പ്രകാരം ജസ്റ്റിസ് ഖന്നയ്ക്ക് ലഭിക്കേണ്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന പദവി ഇന്ദിരാഗാന്ധി കൊടുത്തില്ല. അവരെ മാറ്റി നിർത്തി അദ്ദേഹത്തെക്കാൾ ജൂനിയറായ മറ്റൊരാളെ അവരുടെ സ്വന്തം താല്പര്യപ്രകാരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അവർക്ക് വേണ്ട വിധികൾ പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി നിയമിക്കുകയാണ് ചെയ്തത്. ആദരണീയ സഭാപതിജി, ഇന്നിപ്പോൾ അവരുടെ പക്ഷത്തിരുന്ന് അവർക്ക് വേണ്ടി സംസാരിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാരുടെ പൂർവികർ ആ കാലത്ത് ജയിലിലായിരുന്നു. ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പോരാടി ജയിലിലായിരുന്ന പല ആളുകളുടെ മക്കളും ഇന്ന് അവരുടെ പക്ഷത്തിരുന്ന് അവർക്ക് വേണ്ടി കൈയടിക്കുകയാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു സർക്കാർ ഈ രീതിയിൽ ജനങ്ങളെ ഉപദ്രവിക്കുകയാണ് അടിയന്തരാവസ്ഥക്കാലത്ത് ചെയ്തത്. ജനങ്ങളുടെ മേൽ അവർ താണ്ഡവമാടുകയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ജയിലിലാവുകയും ജയിലിൽ തന്നെ അനേകം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. കേവലം അതുകൊണ്ട് അവസാനിച്ചില്ല. കാരണം ഇവരുടെ രക്തത്തിലുള്ളതാണല്ലോ ഭരണഘടനയെ അപമാനിക്കുക എന്നുള്ളത്. നെഹ്റു തുടങ്ങി വെച്ച ഈ പാരമ്പര്യം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി, കസേര സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ അപമാനിച്ച് രാജ്യത്തെ സ്വന്തം കുടുംബസ്വത്തായി കരുതുന്ന ഈ പാരമ്പര്യം നെഹ്റു തുടങ്ങിയത് ഇന്ദിരാഗാന്ധി കൂടുതൽ ശക്തമായി കൊണ്ടുപോയി. അതിനുശേഷം രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തും ഇതേ രീതിയിൽ ഭരണഘടനയെ അപമാനിക്കുക തന്നെയാണ് ചെയ്തത്. കാരണം ഇതവരുടെ രക്തത്തിൽ അലിഞ്ഞു പോയതാണല്ലോ. അതിനിടെ സഭാപതിജി, താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്, സുപ്രീം കോടതി ഷാബാനു കേസിൽ ഒരു വിധി പുറപ്പെടുവിച്ചു. രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം സുപ്രീം കോടതിയിൽ നിന്ന് നീതി ലഭിച്ച
ഒരു സാധാരണ സ്ത്രീക്ക് ആ നീതി നൽകാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി പാർലമെന്റിൽ നിയമ ഭേദഗതി കൊണ്ടുവന്ന് സുപ്രീം കോടതിയുടെ വിധിയെ റദ്ദാക്കി സുപ്രീം കോടതിയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. ഈ രീതിയിലാണ് ഭാരതത്തിൻ്റെ ഭരണഘടനയെ കോൺഗ്രസിൻ്റെ ഓരോ ഭരണാധികാരികളും ഓരോ പ്രധാനമന്ത്രിമാരും അപമാനിച്ചുകൊണ്ടേയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കുടുംബാധിപത്യത്തിനെതിരെ സംസാരിക്കുന്നത്. നെഹ്റു തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധി കൂടുതൽ കർക്കശമായി മുന്നോട്ട് കൊണ്ടുപോയി. രാജീവ് ഗാന്ധിയും അത് തന്നെ തുടർന്നു. അതിനുശേഷം പുതിയ തലമുറകളെത്തി. അവരും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, ഭരണഘടനയെ അപമാനിക്കുക. കാരണം ഈ രാജ്യം അവരുടെ കുടുംബസ്വത്താണെന്നാണ് അവർ കരുതുന്നത്. ആ ചിന്താഗതിയാണ്, ആ മനോനിലയാണ് അവർക്കുള്ളത്. ആദരണീയ സഭാപതിജി, അവരുടെ അടുത്ത തലമുറയും ഇതേ കളികൾ തന്നെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആദരണീയ സഭാപതിജി, ഒരു പുസ്തകത്തിലെ ഒരു ഭാഗം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രി ഇത്തരത്തിലാണ് പറഞ്ഞിരുന്നത്: എനിക്ക് ഇത് അംഗീകരിക്കേണ്ടി വരും. പാർട്ടി അധ്യക്ഷ എന്ന് പറയുന്നത് ഭരണത്തിൻ്റെ തലവൻ തന്നെയാണെന്ന് എനിക്ക് മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പറഞ്ഞതാണ്. അതായത് പ്രധാനമന്ത്രിക്ക് മുകളിലാണ് അവരുടെ പാർട്ടി അധ്യക്ഷയെന്ന്. എനിക്ക് ഇത് അംഗീകരിക്കേണ്ടി വരുമായിരുന്നു. പാർട്ടി അധ്യക്ഷ എന്നത് ഭരണത്തിൻ്റെ കേന്ദ്രം കൂടിയാണെന്ന്. സർക്കാർ പാർട്ടിയോട് മറുപടി പറയണമായിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായാണ് ഇങ്ങനെയൊരു സംവിധാനം. അതായത് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്ക് മുകളിൽ ജനം തെരഞ്ഞെടുത്ത ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ PMOയ്ക്ക് മുകളിൽ പാർട്ടി അധ്യക്ഷ ഉൾപ്പെടെയുള്ള അഡ്വൈസറി കൗൺസിൽ. അതായത് ആ കുടുംബത്തിൻ്റെ മുകളിൽ തന്നെ അധികാരം വേണമെന്നത് ഇവരുടെ നിർബന്ധമായിരുന്നു. പ്രധാനമന്ത്രി പോലും ആ അഡ്വൈസറി കമ്മിറ്റിയുടെ കീഴിലായിരുന്നു. ആ അഡ്വൈസറി കമ്മിറ്റിയുടെ തലവൻ എന്നത് അന്നത്തെ പാർട്ടി അധ്യക്ഷയായിരുന്നു. ഇതാണ് അവരുടെ സംസ്കാരം. ആദരണീയ സഭാപതിജി, ഇതുകൊണ്ടും അവസാനിച്ചില്ല. അടുത്ത തലമുറ വന്നു. വീണ്ടും അവർക്ക് ഇത് തന്നെയാണല്ലോ ശീലം. ആ പുതിയ തലമുറ എന്താണ് ചെയ്തത്? രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ജനങ്ങൾ തിരഞ്ഞെടുത്താണ് ഒരു സർക്കാർ ഉണ്ടാകുന്നത്. ആ സർക്കാരിൻ്റെ തീരുമാനങ്ങൾ ക്യാബിനറ്റാണ് എടുക്കുന്നത്. അത് ഭരണഘടനാപരമായ രീതിയാണ്. അങ്ങനെ ഭരണഘടനയ്ക്ക് കീഴിലുള്ള ആ കേന്ദ്ര ക്യാബിനറ്റ് എടുത്ത ഒരു തീരുമാനം ഭരണഘടനയെ ഒരു തരത്തിലും മതിക്കാത്ത അഹങ്കാരികളായ ചില ആളുകൾ പത്രക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് മുമ്പിൽ ആ കേന്ദ്ര ക്യാബിനറ്റിൻ്റെ തീരുമാനം വലിച്ചു കീറിക്കളഞ്ഞ് ചവറ്റുകുട്ടുകളിടുകയാണ് ചെയ്തത്. എപ്പോഴൊക്കെ അവസരം ലഭിക്കുന്നുണ്ടോ അപ്പോഴെല്ലാം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെയും ഈ രാജ്യത്തിൻ്റെ നിയമ സംവിധാനങ്ങളെയും അപമാനിക്കാനും ഇല്ലാതാക്കാനുമാണ് ആ കുടുംബം എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് പറയാനുള്ളത് അതല്ല. രാജ്യത്തിൻ്റെ നിർഭാഗ്യം നോക്കണം. ഒരു അഹങ്കാരമുള്ള വ്യക്തി അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പത്രക്കാർക്ക് മുമ്പിൽ വലിച്ചു കീറി കളഞ്ഞതിൻ്റെ പേരിൽ കേന്ദ്ര ക്യാബിനറ്റിന് അവരെടുത്ത തീരുമാനം മാറ്റേണ്ടി വന്നു. അതാണ് എന്നെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. ഇതെന്ത് തരത്തിലുള്ള ഭരണഘടനാ സംരക്ഷണമാണ്? ഒരു ഭരണഘടനാ സംവിധാനത്തെ ഈ രീതിയിൽ ചോദ്യം ചെയ്യാൻ. ആദരണീയ സഭാപതിജി, ഇവിടെയുള്ളവർക്ക് വിഷമം തോന്നിയിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ പറയുന്നതെല്ലാം ഭരണഘടനയോട്, ഈ രാജ്യത്തെ നീതിന്യായ സംവിധാനത്തോട്, ഇവിടുത്തെ ജനാധിപത്യത്തോട് ഇവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. ആ സമയത്ത് ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്ത ആളുകൾ സഭയിലുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും വിഷമവും നിരാശയും ദേഷ്യവും തോന്നുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ഭരണഘടനയെക്കുറിച്ചുള്ള സത്യങ്ങൾ തന്നെയാണ്. ഇവർ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ ഞാൻ വായുവിൽ നിന്ന് ഉണ്ടാക്കി പറയുന്ന കഥയൊന്നുമല്ല ഇത്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. അതിനാണ് സഭാപതിജി, ഞാൻ പറഞ്ഞു വന്നത് കോൺഗ്രസ് എല്ലാ കാലത്തും ഭരണഘടനയ്ക്ക് എതിരായുള്ള നിലപാടുകൾ തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതേ ആളുകൾ ഇന്ന് ഭരണഘടന പോക്കറ്റിട്ടുകൊണ്ട് ഞങ്ങൾ ഭരണഘടനാ സംരക്ഷകരാണെന്ന് നിലവിളിക്കുന്നത് അപഹാസ്യമാണ്. ആദരണീയ സഭാപതിജി, ഇനിയും പറയാനുണ്ട് കോൺഗ്രസ് ഭരണഘടനയോട് ചെയ്ത പാതകങ്ങൾ. ആർട്ടിക്കിൾ 370 കുറിച്ച് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. പക്ഷേ എല്ലാ ജനങ്ങൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ആർട്ടിക്കിൾ 35A. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ ആദ്യ പുത്രൻ എന്ന് പറയുന്നത് ഈ പാർലമെന്റാണ്. ആ പാർലമെന്റിനെ പോലും അറിയിക്കാതെ ആർട്ടിക്കിൾ 35A കാശ്മീരിൽ നെഹ്റു കൊണ്ടുവന്നത് പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെയാണ്. ആർട്ടിക്കിൾ 35A ഇല്ലായിരുന്നെങ്കിൽ കാശ്മീരിൽ ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല. രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൻ്റെ പേരിൽ പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ രാഷ്ട്രപതിയുടെ നിർദ്ദേശപ്രകാരം ഓർഡിനൻസായാണ് ജമ്മു കാശ്മീരിൽ 35A നടപ്പിലാക്കിയത്. ഇത് നമ്മുടെ രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങൾക്കും അറിയാത്തൊരു കാര്യമാണ്. അത്തരമൊരു തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റാണ്. പാർലമെന്റിൽ അത് പാസ്സാക്കാനുള്ള അംഗസംഖ്യയും അവർക്കുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും
പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ ഓർഡിനൻസിലൂടെയാണ് ആർട്ടിക്കിൾ 35A കാശ്മീരിൽ അദ്ദേഹം നടപ്പിലാക്കിയത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ പാപമുണ്ടായിരുന്നു. തെറ്റായ കാര്യമാണ് ചെയ്യുന്നതെന്ന് അവർക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. രാജ്യത്തെ ജനങ്ങൾ അറിയാതിരിക്കാനാണ് ഈ രീതിയിലുള്ള കള്ളക്കളികൾ അദ്ദേഹം ചെയ്തത്. അതിനാണ് സഭാപതിജി ബാബാ സാഹേബ് അംബേദ്കർജി, അദ്ദേഹത്തോട് പോലും നെഹ്റുവിൻ്റെ കാലം മുതൽ കോൺഗ്രസ്സിന് എത്രത്തോളം ദേഷ്യമുണ്ടായിരുന്നു എന്നതിന് ചില ഉദാഹരണങ്ങളോട് ഞാൻ പറയാം. അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ബഹുമാനാർത്ഥം, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായ ഹാലിപ്പൂർ റോഡിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മൃതി മണ്ഡപം ഉണ്ടാക്കണം എന്നുള്ള തീരുമാനമെടുത്തിരുന്നു. എന്നാൽ അടൽജി അധികാരമൊഴിഞ്ഞതിന് ശേഷം അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാർ 10 വർഷം ആ സ്മൃതി മണ്ഡപം പൂർത്തിയാക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഞങ്ങളുടെ മനസ്സിൽ ബാബാ സാഹേബ് അംബേദ്കറിനോട് പ്രത്യേകമായ ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നതുകൊണ്ട് വാജ്പേയി സർക്കാരിൻ്റെ ആ തീരുമാനം ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം പൂർത്തിയാക്കി. അദ്ദേഹം ആഗ്രഹിച്ച അതേ സ്ഥലത്ത്, അതേ റോഡിൽ അംബേദ്കർ സ്മൃതി മണ്ഡപം ഞങ്ങൾ നിർമ്മിച്ചു. അതിനാണ് സഭാപതിജി. അതുമാത്രമല്ല, 1992 ശ്രീ ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് നമ്മുടെ ഈ ജൻപത്തിനടുത്ത് അംബേദ്കർ ഇന്റർനാഷണൽ സെന്റർ സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. 1992 20 വർഷവും അത് കടലാസിൽ തന്നെ ഇരുന്നു. ഇവർ ഭരിച്ചിരുന്ന കാലത്ത് അതിനുവേണ്ടി ശ്രമിച്ചതേയില്ല. 2015 ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അതും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. എന്തിനേറെ പറയുന്നു, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സൃഷ്ടാവായ ബാബാ സാഹേബ് അംബേദ്കറിന് ഒരു ഭാരതരത്നം നൽകുന്നതിന് പോലും കോൺഗ്രസിൻ്റെ സർക്കാരുകളുടെ കാലം കഴിയേണ്ടി വന്നു. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിന് ഭാരതരത്ന പോലും നൽകിയത്. അതിനാണ് സഭാപതിജി. ഇത് മാത്രമല്ല, ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ 125ാം ജന്മവാർഷികം നമ്മൾ 125ലധികം രാജ്യങ്ങളിലാണ് ആഘോഷിച്ചത്. അത്ര വിശാലമായാണ് നമ്മളതിനെ കണ്ടത്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശതാബ്ദിക്ക് ഇവിടെ ഒരാഘോഷവും ഇവർ സംഘടിപ്പിച്ചില്ല. അന്ന് ശതാബ്ദി കാലത്ത് ഒരേ ഒരു സർക്കാർ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചത്. മധ്യപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന സുന്ദർലാൽജി പട്വയാണ് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം അദ്ദേഹത്തിൻ്റെ ശതാബ്ദി ആഘോഷിച്ചതും അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്മാരകം നിർമ്മിച്ചതും. BJP സർക്കാർ മാത്രമാണ് അദ്ദേഹത്തിന് ബഹുമാനം നൽകിയത്. അദ്ദേഹത്തിൻ്റെ ശതാബ്ദി പോലും ഈ രാജ്യം ഭരിക്കുന്ന കോൺഗ്രസ് സർക്കാരുകൾ ആഘോഷിച്ചില്ല. അദ്ദേഹത്തിന് ഒരു സ്മരണാഞ്ജലിയോ ശ്രദ്ധാഞ്ജലിയോ പോലും അവർ നൽകിയില്ല. ആദരണീയ സഭാപതിജി ശ്രീ ബാബാ സാഹേബ് അംബേദ്കർ വളരെ ദീർഘദൃഷ്ടിയുള്ള വ്യക്തിയായിരുന്നു. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് എല്ലാ വിഭാഗത്തിൻ്റെയും പങ്ക് ഉണ്ടാകണമെന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ രാജ്യത്ത് ഏറ്റവും പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി സംവരണം കൊണ്ടുവന്നത്. എന്നാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇന്നത്തെ ചില ആളുകൾ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. എങ്ങനെ ജനങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാം, അതിനുവേണ്ടിയാണ് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ രീതിയിൽ മതത്തിന്റെ പേരിൽ സംവരണം കൊണ്ടുവന്നാൽ ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാകുന്നത് ഈ രാജ്യത്തെ പിന്നോക്ക ജാതിയിൽപ്പെട്ട SC/ST വിഭാഗത്തിന് തന്നെയാണ്. ആദരണീയ അധ്യക്ഷ് ജി, സംവരണത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഞാൻ മുമ്പ് തന്നെ ഈ സഭയിൽ പറഞ്ഞിട്ടുമുണ്ട്. നെഹ്റുവിൻ്റെ കാലം മുതൽ രാജീവ് ഗാന്ധിയുടെ കാലം വരെ എല്ലാ കാലത്തും അവർ OBC SC/ST വിഭാഗത്തിന് സംവരണം നൽകുന്നതിന് എതിരായിരുന്നു. അതിന് വ്യക്തമായ രേഖകൾ ഈ സഭയിൽ തന്നെയുണ്ട്. ഞാൻ മുമ്പ് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുമുണ്ട്. ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സംവരണം നൽകുന്നതിനെതിരായി നെഹ്റുവും രാജീവ് ഗാന്ധിയും ഇന്ദിരാഗാന്ധിയും ചെയ്ത പല കാര്യങ്ങളും ചരിത്രമാണ്, രേഖകളുള്ളതാണ്. മുഖ്യമന്ത്രിമാർക്ക് നെഹ്റു സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തുകൾ വരെ ഈ ലോക്സഭയുടെ റെക്കോർഡ്സിൽ തന്നെയുണ്ട്. മാത്രമല്ല, ഈ സഭയിൽ പോലും സംവരണത്തിനെതിരായി അവർ സംസാരിച്ചതിൻ്റെ റെക്കോർഡും ഈ സഭയുടെ ലൈബ്രറിയിൽ തന്നെയുണ്ട്. ബാബാ സാഹേബ് അംബേദ്കറിന് പോലും ഈ സംവരണത്തിൻ്റെ പേരിൽ നെഹ്റുവിനോട് തർക്കിച്ച് നെഹ്റുവിനെ എതിർത്ത് മത്സരിക്കേണ്ടി വന്നത് ചരിത്രമാണ്. വർഷങ്ങളോളം മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാതെ പൂഴ്ത്തിവെച്ചതും ഇതേ കോൺഗ്രസ് സർക്കാരുകൾ തന്നെയാണ്. എപ്പോഴാണോ ഈ രാജ്യത്തെ കോൺഗ്രസിനെ ജനം നിരാകരിച്ചത്, കോൺഗ്രസിന് ഭരണം നഷ്ടമായത്, അതിനുശേഷമാണ് ഈ രാജ്യത്തെ OBC വിഭാഗത്തിന് സംവരണം ലഭിച്ചത്. അതുവരെ OBC വിഭാഗത്തിന് സംവരണം ലഭിച്ചിരുന്നില്ല. അതേ ആളുകളാണ് ഇന്ന് ജാതി സെൻസസിന് വേണ്ടി അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഈ രാജ്യത്തിൻ്റെ അധികാരം കോൺഗ്രസിന് ലഭിച്ചിരുന്ന കാലത്ത് തന്നെ മണ്ഡൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം OBC സംവരണം ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ ഇന്ന് രാജ്യത്തിൻ്റെ പല പരമോന്നത പദവിയിലും OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എത്തുമായിരുന്നു. അത് തടഞ്ഞത് നിങ്ങൾ തന്നെയാണ്. അതിനാണ് സഭാപതിജി, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ അതിൽ ഭാഗഭാക്കായിരുന്ന എല്ലാ ആളുകളും മണിക്കൂറുകളോളം ചർച്ച ചെയ്തിരുന്നതാണ്
മതത്തിന്റെ പേരിൽ സംവരണം വേണോ വേണ്ടയോ എന്ന് ദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന തരത്തിൽ മതത്തിന്റെ പേരിൽ സംവരണം ആവശ്യമില്ല എന്ന് ഭരണഘടന ഉണ്ടാക്കിയ കമ്മിറ്റി തന്നെ തീരുമാനിച്ചത്. അല്ലാതെ അവർ മറന്നുപോയതൊന്നുമല്ല, വിട്ടുപോയതല്ല. മണിക്കൂറുകളോളം, ദിവസങ്ങളോളം ചർച്ച ചെയ്തതിന് ശേഷമാണ് അവർ മതത്തിന്റെ പേരിൽ ഈ രാജ്യത്ത് സംവരണം ഏർപ്പെടുത്തരുത് എന്നുള്ള തീരുമാനമെടുത്തത്. ആ തീരുമാനത്തെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇന്ന് കോൺഗ്രസ് മതത്തിന്റെ പേരിൽ സംവരണം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. മതത്തിന്റെ പേരിൽ സംവരണം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നത് അവരുടെ വോട്ട് ബാങ്ക് സംരക്ഷിക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യത്തിന്റെ ഐക്യം ഇല്ലാതാക്കുന്നതിനും വേണ്ടിയാണ്. ഈ രീതിയിലുള്ള ചർച്ചകൾ തന്നെ ജനങ്ങൾക്കിടയിൽ അവർ വെക്കുന്നത് ഭരണഘടനാ സൃഷ്ടാക്കളോടുള്ള അപമാനം തന്നെയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി, ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി ഇവർ നടത്തുന്ന ഈ കളികളുണ്ടല്ലോ, ഇത് ഭരണഘടനയോടുള്ള അപമാനമാണ്. മതത്തിന്റെ പേരിൽ സംവരണം വേണമെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, അവർ ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ അത് നടപ്പിലാക്കുകയും ചെയ്തു. അവസാനം സുപ്രീം കോടതി അവരെ വിമർശിച്ചതിന്റെ പേരിലാണ് അത് പിൻവലിക്കേണ്ടി വന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് കണക്കിന് കിട്ടിയതുകൊണ്ട് മറ്റു ചില വഴികളിലൂടെ അത് നടപ്പിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ ലക്ഷ്യം വ്യക്തമാണ്. അവർക്ക് മതത്തിന്റെ പേരിൽ സംവരണം ഏർപ്പെടുത്തണം. അതാണ് അവരുടെ ആഗ്രഹം. അങ്ങനെ ജനങ്ങളെ തമ്മിൽ തല്ലിക്കണം, ഈ രാജ്യത്തിന്റെ ഐക്യം ഇല്ലാതാക്കണം. അതാണ് ഇന്നത്തെ കോൺഗ്രസിന്റെ ആവശ്യം. ആദരണീയ സഭാപതിജി, മറ്റൊന്നാണ് യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡും നടപ്പിലാക്കണം എന്നുള്ളത് മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുള്ള തീരുമാനം തന്നെയാണ് ഭരണഘടനാ സൃഷ്ടാക്കളുടേത്. ഭരണഘടനാ സൃഷ്ടാക്കൾ തന്നെ, ആ കമ്മിറ്റി വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തതാണ്. പിന്നീട് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകൾ ആലോചിച്ച് വളരെ പെട്ടെന്ന് തന്നെ യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കണം എന്നാണ് ആ കമ്മിറ്റി നിർദ്ദേശിച്ചത്. അതുമാത്രമല്ല, ഭരണഘടനയെക്കുറിച്ച് ഒന്നും അറിയാത്ത ഈ ആളുകൾ, ഇവരൊന്നും അതിനെക്കുറിച്ച് വായിച്ചിട്ട് പോലുമില്ല. വളരെ വ്യക്തമായി തന്നെ അംബേദ്കർജി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ഇത് അംബേദ്കർജി പറഞ്ഞ വാചകമാണ് ഞാൻ പറയുന്നത്. അത് കട്ട് ചെയ്ത് ഞാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കേണ്ട. ആ രീതിയിലുള്ള പല സൂത്രപ്പണികളും ഇവർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. ഞാൻ അംബേദ്കർജിയെ കോട്ട് ചെയ്യുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: മതത്തിന്റെ പേരിൽ ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള ചില വ്യക്തി നിയമങ്ങൾ ഇല്ലാതാക്കേണ്ടത് തന്നെയാണ്. അന്ന് ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന KM മുൻഷി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി യൂണിഫോം സിവിൽ കോഡ് നടപ്പിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുമാത്രമല്ല, പല കാലഘട്ടങ്ങളിൽ പലതവണ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയിൽ നിന്ന് പോലും നിർദ്ദേശം വന്നിട്ടുണ്ട് യൂണിഫോം സിവിൽ കോഡ് ഭാരതത്തിൽ നടപ്പിലാക്കേണ്ടത് അത്യാവശ്യം തന്നെയാണെന്ന്. ഭരണഘടനാ സൃഷ്ടാക്കളുടെ ആ സ്വപ്നം, ഭാരതത്തിന്റെ പരമോന്നത കോടതിയുടെ ആ നിർദ്ദേശം പൂർണ്ണമായി പരിപാലിക്കുന്ന രീതിയിൽ യൂണിഫോം സെക്യുലർ സിവിൽ കോഡ് ഞങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് അവിടെയും ഇതിനെതിരാണ്. ഈ ഭരണഘടനാ സൃഷ്ടാക്കളുടെ തീരുമാനത്തിനും സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തിനും എല്ലാം കോൺഗ്രസ് അവിടെയും എതിരാണ്. അവർ ഈ യൂണിഫോം സിവിൽ കോഡിന് എതിര് നിൽക്കുന്നത് അവരുടെ ചില മതപരമായ വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണ്. കോൺഗ്രസ് ഒരു കാലത്തും ഭരണഘടനയെ ബഹുമാനിക്കുന്നതേയില്ല. കാരണം ഭരണഘടന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ പുണ്യഗ്രന്ഥമല്ല. അവർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ടൂള് മാത്രമാണ്. ജനങ്ങളിൽ ഭയം വിതയ്ക്കുന്നതിന് വേണ്ടി ഭരണഘടനയെ അവർ തെറ്റായ രീതിയിൽ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആദരണീയ സഭാപതിജി, രാജ്യത്തിന്റെ ഭരണഘടന പോട്ടെ, സ്വന്തം പാർട്ടിയുടെ ഭരണഘടനയിൽ പോലും വിശ്വാസമില്ലാത്ത ആളുകളാണ് കോൺഗ്രസ്. അതിനെപ്പോലും ബഹുമാനിക്കാത്ത ആളുകളാണ് കോൺഗ്രസ്. കാരണം സ്വന്തം പാർട്ടി ഭരണഘടന പ്രകാരം രാജ്യത്തെ 12 കോൺഗ്രസ് കമ്മിറ്റികൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. ആ പാർട്ടി ഭരണഘടന പോലും ലംഘിച്ചുകൊണ്ട് ഒരു പാർട്ടി കമ്മിറ്റിയുടെ പോലും, ഒരു പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റിയുടെ പോലും പിന്തുണയില്ലാത്ത നെഹ്റുവാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി അവർ തെരഞ്ഞെടുത്തത്. അതാണ് അവരുടെ രീതി. സ്വന്തം പാർട്ടി ഭരണഘടനയെ പോലും വിശ്വസിക്കാത്ത, സ്വന്തം പാർട്ടി കമ്മിറ്റികളെ പോലും വിശ്വസിക്കാത്ത തരത്തിൽ കുടുംബാധിപത്യമാണ് കോൺഗ്രസിൽ നടക്കുന്നത്. 55 വർഷം ഒരു കുടുംബത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് ഈ രാജ്യത്തിന്റെ ഭരണതലത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കുടുംബാധിപത്യത്തിനെതിരായി സംസാരിക്കുന്നത്. ഏതൊരു പാർട്ടിയാണോ സ്വന്തം പാർട്ടിയുടെ ഭരണഘടന പോലും വിശ്വസിക്കാത്തത്, അതുപോലും പിന്തുടരാത്തത്, അവർക്ക് എങ്ങനെയാണ് രാജ്യത്തിന്റെ ഭരണഘടന പിന്തുടരാൻ കഴിയുന്നത്? രാജ്യത്തെ ഭരണഘടനയെ അവർ പിന്തുടരുന്നില്ല എന്ന് മാത്രമല്ല, രാജ്യത്തെ ഭരണഘടനയെ എപ്പോഴൊക്കെ നശിപ്പിക്കാൻ അവസരം കിട്ടുന്നോ അപ്പോഴൊക്കെ നശിപ്പിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. രാഷ്ട്രീയം കളിക്കാനുള്ള ഒരു ഉപകരണമായി മാത്രമായാണ് കോൺഗ്രസിന്റെ ഇന്നത്തെ തലമുറയും ഭരണഘടനയെ ഉപയോഗിക്കുന്നത്. അതിനെ അധ്യക്ഷിച്ച് ചില ആളുകൾ ഭരണഘടനയിൽ ചില പേരുകൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അവരോട്
ഞാൻ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അധ്യക്ഷനുണ്ടായിരുന്നു. ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു സീതാറാം കേസരി. അദ്ദേഹത്തോട് ഇവർ എന്തൊക്കെയാണ് ചെയ്തത്? അദ്ദേഹത്തെ ബാത്റൂമിൽ പൂട്ടിയിട്ടു, അദ്ദേഹത്തെ വലിച്ചിഴച്ച് ഫുട്പാത്തിൽ കൊണ്ടിട്ടു. ഈ രീതിയിലാണ് അവരുടെ സ്വന്തം പ്രസിഡന്റിനോട് അവർ പെരുമാറിയത്. ഇതാണ് അവരുടെ സംസ്കാരം, ഇതാണ് അവരുടെ രീതി. അവിടെ നടക്കുന്നത് കുടുംബാധിപത്യം മാത്രമാണ്. ഞാനിവിടെ വ്യക്തമാക്കി തന്നത് കോൺഗ്രസ് രാജ്യത്തിൻ്റെ ഭരണഘടനയെ അവരുടെ കുടുംബ ഭരണഘടനയെ പോലെ കണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അവർ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി തന്നെയാണ് ഭരണഘടന ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഭാരതത്തിൻ്റെ ഭരണഘടനയിൽ അതിൻ്റെ പവിത്രതയിൽ വിശ്വാസമുണ്ട്. ഞങ്ങളതിനെ ഏറ്റവും മഹത്തായ കാര്യമായാണ് കാണുന്നത്. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് വെറും വാക്കുകൾ കൊണ്ട് പറയുകയല്ല. എങ്ങനെയാണ് ഞങ്ങൾ ഭരണഘടനയെ കണ്ടതെന്നതിൻ്റെ ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞു തരാം. 1996 തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ജയിച്ചു വന്നു. അന്നത്തെ രാഷ്ട്രപതിജി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായ BJPയെ സർക്കാരുണ്ടാക്കി ക്ഷണിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയെ സത്യപ്രതിജ്ഞയ്ക്ക് വാജ്പേയിജിയെ ക്ഷണിച്ചു. വാജ്പേയിജി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. വെറും 13 ദിവസം മാത്രമാണ് ആ സർക്കാർ മുമ്പോട്ട് പോയത്. ഞങ്ങളന്ന് ഭരണഘടനയെ വിശ്വസിച്ചാണ് അധികാരമേറ്റത്. 13 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഭരണം ഉപേക്ഷിക്കേണ്ടി വന്നു. ഞങ്ങൾക്കുമാകുമായിരുന്നു, ഭരണഘടനയെ വിശ്വസിക്കുന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കുമാകുമായിരുന്നു ഈ പാർട്ടിക്ക് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി സ്ഥാനം നൽകാം, ആ പാർട്ടിക്ക് അവർ ചോദിക്കുന്ന മന്ത്രിസ്ഥാനം കൊടുക്കാം, അത് കൊടുക്കാം, ഇത് കൊടുക്കാം, അങ്ങനെ വേണ്ടതെല്ലാം കൊടുത്ത് ഞങ്ങൾക്കും ഭരണം നിലനിർത്താമായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കും അധികാരത്തിൻ്റെ മധുരം നുണയാമായിരുന്നു. പക്ഷേ അടൽ ബിഹാരി വാജ്പേയിജി അത്തരത്തിലുള്ള ഒരു വഴിവിട്ട നീക്കത്തിനും പോയില്ല. ഭരണഘടന അനുസരിച്ചുകൊണ്ട് ഭൂരിപക്ഷമില്ലാത്തതിൻ്റെ പേരിൽ 13 ദിവസത്തിന് ശേഷം രാജി നൽകി പുറത്തു പോകാനുണ്ടായത്. അതായിരുന്നു ജനാധിപത്യത്തോടുള്ള ഞങ്ങളുടെ മര്യാദ. അതുകൊണ്ട് മാത്രം കഴിഞ്ഞില്ല. 1998 വീണ്ടും ഞങ്ങൾക്ക് ഭൂരിപക്ഷം ലഭിച്ചു. 13 മാസത്തോളം ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കി ഭരിച്ചു. NDA സർക്കാർ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ചില ആളുകളുണ്ടല്ലോ, ഞങ്ങളല്ലാതെ മറ്റാരും ഇവിടെ ഭരിക്കേണ്ട എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ, അടൽജിയുടെ സർക്കാരിനെ പുറത്താക്കുന്നതിന് വേണ്ടി ഈ കുടുംബ രാഷ്ട്രീയക്കാരുണ്ടല്ലോ, അവർ വൃത്തികെട്ട കളികൾ കളിച്ചു. അവരുടെ ചില കളികൾ കാരണം വാജ്പേയിജിക്കും ഒറ്റ രാത്രി കൊണ്ട് ഭൂരിപക്ഷം നഷ്ടമായി. പാർലമെന്റിൽ വോട്ടെടുപ്പ് നടന്നു. അന്നും ഞങ്ങൾക്ക് പണം കൊടുത്ത് പലരെയും വാങ്ങാൻ കഴിയുമായിരുന്നു. മാർക്കറ്റിൽ അപ്പോഴും പണം കൊടുത്താൽ വാങ്ങാൻ കഴിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പക്ഷേ ഭരണഘടനയെ ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടും ആദരിക്കുന്നത് കൊണ്ടും അവിശ്വാസ പ്രമേയത്തിന് പോയി കേവലം ഒരു വോട്ടിന് അദ്ദേഹത്തിന് ഭരണം നഷ്ടമായി. ഇതാണ് ഞങ്ങളുടെ ചരിത്രം, ഇതാണ് ഞങ്ങളുടെ സംസ്കാരം, ഇതാണ് ഞങ്ങളുടെ പാരമ്പര്യം. എന്നാൽ മുമ്പ് അങ്ങനെയാണോ ചെയ്യുന്നത്? കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി കോടതിയെപ്പോലും നിർജീവമാക്കി, കോടതിയുടെ വിധി പോലും ലംഘിച്ച് ഭരണഘടനയെ വഴിതിരിച്ചുവിട്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് അവർ ചെയ്തത്. മറ്റൊരു സമയത്താവട്ടെ പണം കൊടുത്ത് MP-മാരെ വിലയ്ക്ക് വാങ്ങി അവർ അധികാര കസേര ഉറപ്പിച്ചു. ആ രീതികളൊന്നും ഞങ്ങൾ പിന്തുടർന്നിട്ടേയില്ല. കാരണം അത് ഞങ്ങളുടെ സംസ്കാരമല്ല. കേവല ഭൂരിപക്ഷമില്ലാത്തൊരു സർക്കാരിന് വേണ്ടി നോട്ട് കെട്ടുകൾ ഈ സഭയിൽ പോലും വിതറിയ കാലമുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ കാലത്ത്. ഞങ്ങൾക്ക് ആ പാരമ്പര്യം ഉണ്ടായിരുന്നില്ല. ഭരണഘടനയ്ക്ക് ഒരു പുല്ല് വില പോലും നൽകാതെ പണം കൊടുത്ത് MP-മാരെ വിലക്കെടുത്ത് ഭരണവും ഭരണക്കസേരയും സംരക്ഷിച്ചു കോൺഗ്രസ്. പാർലമെന്റിനെ വെറും ഒരു ചന്തയാക്കി മാറ്റിയവർ. അതിന് സഭാപതിജി 90കളിൽ സഭയിലെ MP-മാരെ പണം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ചരിത്രം കോൺഗ്രസിനുണ്ട്. ഇതാണോ ഭരണഘടനാനുസൃതമായി ചെയ്യേണ്ടത്? 140 കോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ഭരണഘടനയെ, ജനാധിപത്യത്തെ അവർ ഏത് രീതിയിലാണ് ചവറ്റുകുട്ടയിൽ വലിച്ചഴിച്ചത്? കോൺഗ്രസിന് എങ്ങനെയും ഏത് വിധേനയും ഭരണം നിലനിർത്തണം, കസേര ഉറപ്പിക്കണം, അങ്ങനൊരു ചിന്താഗതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭരണമില്ലാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല. കോൺഗ്രസിന് എന്നും അധികാരം ഒരു ലഹരിയാണ്, അധികാരത്തിനോട് ആർത്തിയാണ്. കോൺഗ്രസിന്റെ ചരിത്രവും അതാണ്. കോൺഗ്രസ് വർത്തമാനകാലത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. പക്ഷേ ജനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 2014 ജനം NDAക്ക് കേവല ഭൂരിപക്ഷം നൽകി ജനസേവനത്തിനുള്ള അവസരം തന്നു. അതിനുശേഷം ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും കൂടുതൽ ശക്തി ലഭിച്ചിട്ടേ ഉള്ളൂ. പഴയ കോൺഗ്രസ് കാലം ഈ രാജ്യത്തിന് നൽകിയ രോഗമുണ്ടല്ലോ, ആ പീഡകളിൽ നിന്ന് ഒരു മുക്തിയാണ് 2014 ശേഷം സംഭവിച്ചത്.
ഇവിടെ ചില ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, കഴിഞ്ഞ 10 വർഷത്തിൽ നിങ്ങളും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടില്ലേ? തീർച്ചയായും ഞങ്ങളും ഭേദഗതി വരുത്തിയിട്ടുണ്ട്, ഇല്ലെന്ന് ഞങ്ങൾ പറയില്ല. പക്ഷേ ഞങ്ങൾ വരുത്തിയ ഓരോ ഭേദഗതിയും രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഐക്യപ്പെടുത്തുന്നതിനും വേണ്ടിയായിരുന്നു, രാജ്യത്തിൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയായിരുന്നു. അല്ലാതെ അധികാരത്തിൻ്റെ കസേര നിലനിർത്തുന്നതിന് വേണ്ടി, അധികാരത്തിലുള്ള ആർത്തിക്ക് വേണ്ടി രാജ്യത്തെ ശിഥിലമാക്കാനുള്ള ഭേദഗതികളായിരുന്നില്ല ഞങ്ങൾ വരുത്തിയത്. അതെ, ഞങ്ങളും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. എന്തിനാണ് ചെയ്തത്? OBC വിഭാഗത്തിന് വേണ്ടി. 30 വർഷങ്ങളായി ഇവിടെ OBC കമ്മീഷന് ഭരണഘടനാ പദവി നൽകണമെന്നുള്ള വാഗ്ദാനം കോൺഗ്രസ് ഒരിക്കലും നടപ്പിലാക്കിയിരുന്നില്ല. അതിനുവേണ്ടി ഞങ്ങൾ ഭേദഗതി വരുത്തി. OBC വിഭാഗത്തിന് ആദരവ് നൽകുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യം പരിഗണിച്ച് അവർക്ക് ഭരണഘടനാ സ്ഥാപനം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഭേദഗതി വരുത്തി. അതിൽ ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എവിടെയും തുറന്നു പറയും, ഞങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ബാബാ സാഹബ് അംബേദ്കർ ആഗ്രഹിച്ചതുപോലെ സമൂഹത്തിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളോടൊപ്പം നിൽക്കേണ്ട സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ഞങ്ങൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അത് തുറന്നു പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല, അഭിമാനം മാത്രമേ ഉള്ളൂ. അതിന് സഭാപതിജി, ഇവിടെ ഇങ്ങനെയും ഒരു വിഭാഗം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു തരത്തിലുള്ള അവസരവും ലഭിച്ചിരുന്നില്ല. അത്തരം ആളുകൾക്ക് വേണ്ടി സാമ്പത്തിക സംവരണം ഞങ്ങൾ ഏർപ്പെടുത്തി. അതിനുവേണ്ടി ഭരണഘടനയിൽ ഭേദഗതി വരുത്തി. സാമ്പത്തിക സംവരണം നടത്തണമെന്നത് എല്ലാവരുടെയും ആവശ്യമായിരുന്നു. പക്ഷെ അത് ചെയ്യാനുള്ള ധൈര്യം ആർക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങളത് ചെയ്തെന്ന് പറയുന്നതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്തെ ദുർബല വിഭാഗത്തിൽപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഈ തീരുമാനത്തെ ഈ രാജ്യത്ത് ആരും എതിർത്തിരുന്നില്ല. മാത്രമല്ല, ഈ സഭയുടെയും പൂർണ്ണമായ സമ്മതത്തോടുകൂടി തന്നെയാണ് നമ്മൾ ആ ഭേദഗതി വരുത്തിയത്, അല്ലാതെ ഒന്നും അടിച്ചേൽപ്പിച്ചതല്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും സഹകരണത്തോടുകൂടിയാണ് അത് സാധ്യമായത്. എല്ലാവരുടെയും പിന്തുണ നേടിയെടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ ഭേദഗതി വരുത്തിയത്. ആദരണീയ സഭാപതിജി, ഇവർ പറയുന്നത് ശരിയാണ്. ഞങ്ങളും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്, ഇനിയും ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട വനിതകൾക്ക് അവർക്ക് കൂടുതൽ ശക്തി നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. ഇവരുടെ എല്ലാവരുടെയും സഹായത്തോടുകൂടി, എല്ലാവരുടെയും പിന്തുണ നേടിക്കൊണ്ട്, സമവായത്തോടു കൂടി ഞങ്ങൾ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ വനിതകൾക്ക് കൂടുതൽ അവകാശങ്ങളും അധികാരങ്ങളും ലഭിക്കുന്നതിന് വേണ്ടി, ഈ സഭയിൽ ഭരണത്തിൽ കൂടുതൽ വനിതകൾ പങ്കാളികളാകുന്നതിന് വേണ്ടി, വനിതാ സംവരണം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിന് സഭാപതിജി, ഇതിനു മുമ്പും ഈ വനിതാ സംവരണ ബിൽ ഇവർ നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, 40 വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ പ്രതിപക്ഷത്ത് അവരോടൊപ്പം ഇരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് സഭയുടെ നടുത്തളത്തിലിറങ്ങി ആ ബില്ല് വലിച്ചു കീറി എറിഞ്ഞ് അതിനെ അപമാനിച്ചു, ഈ രാജ്യത്തെ അപമാനിച്ചു, സഭയെ അപമാനിച്ചു. വനിതാ സംവരണം എന്നുള്ള ആ ബില്ലിനെ എതിർത്തുകൊണ്ട് ഈ രാജ്യത്തെ വനിതകളെ അപമാനിച്ചു. 30 വർഷങ്ങൾക്ക് മുമ്പ് വനിതാ സംവരണ ബിൽ സഭയിൽ വലിച്ചു കീറി കളഞ്ഞ ആളുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്നവരുടെ മാർഗനിർദ്ദേശ മണ്ഡലിലുണ്ട്, വഴികാട്ടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യത്തെ സ്ത്രീകളോട് അന്യായം ചെയ്ത ആളെ ഇപ്പോഴും അവർ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതിന് സഭാപതിജി, ഞങ്ങൾ ഇനിയും ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. പക്ഷെ അതെന്തിനായിരുന്നു? രാജ്യത്തെ കൂടുതൽ ഐക്യത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി. ആർട്ടിക്കിൾ 370 എടുത്തു കളയാൻ. ബാബാ സാഹേബ് അംബേദ്കർ ഉൾപ്പെടെയുള്ള മഹാന്മാരുണ്ടാക്കിയ ഭരണഘടനയുണ്ടല്ലോ, ആ ഭരണഘടന ജമ്മു കാശ്മീരിൽ കണി കാണിക്കാൻ പോലും കഴിയുമായിരുന്നില്ല. ആർട്ടിക്കിൾ 370 എന്നുള്ള ഭിത്തി കാരണം അത് ഞങ്ങൾ തച്ചുടച്ചു കളഞ്ഞു. ഇന്ന് ജമ്മു കാശ്മീർ ഉൾപ്പെടെ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തും ആ ഭരണഘടന ബാധകമാണ്. അതാണ് ഞങ്ങൾ ഭരണഘടനാ സൃഷ്ടാക്കളോട് ചെയ്ത ആദരവ്. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒറ്റ ഭരണഘടനയ്ക്ക് കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ ഭേദഗതി വരുത്തിയിട്ടുണ്ട്. അതിലും ഞങ്ങൾക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഭേദഗതി വരുത്തിയെന്നത് അഭിമാനത്തോടെ തന്നെ വിളിച്ചു പറയും. അവരെ പോലെ നിങ്ങൾ എന്തിനാണ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയതെന്ന് ചോദിക്കുമ്പോൾ തലകുനിച്ചിരിക്കേണ്ടി വരില്ല. ഞങ്ങൾ വരുത്തിയ എല്ലാ ഭരണഘടനാ ഭേദഗതിയും ഈ സഭയുടെ അംഗീകാരത്തോടുകൂടിയായിരുന്നു. മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പരമോന്നത കോടതിയായ സുപ്രീം കോടതിയും എല്ലാ ഭരണഘടനാ ഭേദഗതിക്കും അംഗീകാരവും നൽകിയിട്ടുണ്ട്. ഭരണഘടനാ ഭേദഗതി കൂടാതെ തന്നെ ഞങ്ങൾ പല നിയമങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. രാജ്യത്തിന്റെ വിഭജന സമയത്ത് മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള മഹാന്മാരായ പലരും നമ്മുടെ അയൽ രാജ്യത്തുള്ള ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉറപ്പ് നൽകിയതാണ്. എന്തെങ്കിലും കാരണവശാൽ അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായാൽ, എന്തെങ്കിലും ദുഃഖമുണ്ടായാൽ ഭാരതം അവർക്കൊപ്പം ഉണ്ടാകും, ഭാരതം അവരെ സഹായിക്കും എന്ന് മഹാത്മാഗാന്ധി വാക്ക് നൽകിയതാണ്. ഗാന്ധിജി അവർക്ക് നൽകിയ വാഗ്ദാനമുണ്ടല്ലോ, അത് നടപ്പിലാക്കാൻ ഗാന്ധിജിയുടെ പേരിൽ ഈ രാജ്യം 55 വർഷം ഭരിച്ച ആളുകൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളത് ചെയ്തു കാണിച്ചു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കി. അവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് ഭാരതം അഭയം നൽകി. അതെ,
ഞങ്ങൾ തന്നെയാണ് ആ നിയമ ഭേദഗതി വരുത്തിയത്. ആ ഭേദഗതി വരുത്തിയതിൽ, ആ നിയമം കൊണ്ടുവന്നതിൽ ഞങ്ങൾക്കിപ്പോൾ അഭിമാനമുണ്ട്. ഞങ്ങളത് ഓൺ ചെയ്യുകയും ചെയ്യുന്നു. ഞങ്ങൾക്കൊരിക്കലും വരുത്തിയ ഭേദഗതിയുടെ പേരിൽ തലകുനിച്ചിരിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ തല ഉയർത്തി തന്നെ പറയും, ഞങ്ങൾ ഇതൊക്കെ ചെയ്തത് തന്നെയാണ്. ഞങ്ങൾ ഈ ചെയ്തതെല്ലാം ഈ രാജ്യത്തിനും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കും ഈ രാജ്യത്തിൻ്റെ പുരോഗതിക്കും വേണ്ടി തന്നെയാണ്. അതിനാണ് സഭാപതിജി ഞാൻ പറഞ്ഞു വന്നത്, ഞങ്ങളും ചില ഭേദഗതികൾ ഭരണഘടനയിൽ വരുത്തിയിട്ടുണ്ട്. മുൻപുള്ള ആളുകൾ ചെയ്ത തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി, രാജ്യത്തെ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. തീർച്ചയായും കാലം ഇതിന് മറുപടി പറയുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾ വരുത്തിയ ഒരു ഭേദഗതിയും ഈ രാജ്യത്തിൽ അധികാരം നിലനിർത്തുന്നതിന് വേണ്ടി ആയിരുന്നില്ല. ഈ രാജ്യത്തെ കൂടുതൽ ശക്തിയോടുകൂടി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി തന്നെയായിരുന്നു. തീർച്ചയായും വരും കാലങ്ങളിൽ ഞങ്ങൾ വരുത്തിയ ഈ ഭേദഗതിയെ അവർ കൈയടിച്ച് സ്വീകരിക്കും എന്നുറപ്പുണ്ട്. അതിനാണ് സഭാപതിജി, പ്രതിപക്ഷത്തിരിക്കുന്ന നമ്മുടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വാക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ആ വാക്ക് ഇന്ന് ഞാനും ഉപയോഗിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ്, അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്കാണ്. ആ വാക്കില്ലാതെ അവർക്ക് ജീവിക്കാൻ പോലും കഴിയില്ല. അതാണ് ജുംല, തട്ടിപ്പ്. കോൺഗ്രസിന്റെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്, അദ്ദേഹം രാവിലെ മുതൽ രാത്രി വരെ ഇത് തന്നെയാണ് പറയുന്നത്, ജുംല ജുംല ജുംല. ആദരണീയ സഭാപതിജി, ഈ രാജ്യത്തിനറിയാം, ഈ രാജ്യത്ത് ജനങ്ങൾക്കറിയാം, ഈ രാജ്യത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടെങ്കിൽ അതിൽ ഏറ്റവും വലിയ തട്ടിപ്പെന്നത് അവരുടെ 4 തലമുറകൾ നിരന്തരം നടത്തിയ തട്ടിപ്പാണ്. ആ തട്ടിപ്പാണ് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നത്. 4 തലമുറകളായി 55 വർഷം 4 തലമുറകളായി 55 വർഷം ഈ രാജ്യം ഭരിച്ചവർ ജനങ്ങളോട് ചെയ്ത ഏറ്റവും വലിയ തട്ടിപ്പാണ് അവരുടെ ഈ മുദ്രാവാക്യം. അധികാര കസേര നിലനിർത്തുന്നതിനുള്ള, അധികാരം നേടിയെടുക്കുന്നതിനുള്ള രാഷ്ട്രീയ മുദ്രാവാക്യം മാത്രമായിരുന്നു അവർക്ക് ഗരീബി ഹട്ടാവോ. അതുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാർക്ക്, ദരിദ്രർക്ക് ഒരു ഗുണവും ഉണ്ടായില്ല. അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല. അതിനാണ് സഭാപതിജി ആരോ ഇവിടെ പറയുന്നുണ്ടായിരുന്നു, സ്വാതന്ത്ര്യം കിട്ടി 70 വർഷമായിട്ടും ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് അവരുടെ അഭിമാനത്തിന് ഒരു ടോയ്ലറ്റ് സ്വന്തമായി ഉണ്ടാകാനുള്ള അധികാരം പോലും അവകാശം പോലും അവർക്കുണ്ടായിരുന്നില്ലേ? അതുപോലും കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ല. 55 വർഷം നിങ്ങൾ ഭരിച്ചതല്ലേ, നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ലേ? നിങ്ങളത് ചെയ്തോ? എന്നാൽ ഇന്ന് രാജ്യം 100% എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു. അത് ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ സ്വപ്നമായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ എൻ്റെ സർക്കാരിന് കഴിഞ്ഞു. എന്തുകൊണ്ട് ഇവർക്കതിന് കഴിഞ്ഞില്ല? ഇത് പറഞ്ഞപ്പോഴും ഇത് ചെയ്തപ്പോഴും എന്നെ കളിയാക്കാനായിരുന്നു ഈ പ്രദേശത്തുള്ള പലരും ശ്രമിച്ചത്. പക്ഷെ അപ്പോഴും ഞാൻ അതിൽ തളർന്നില്ല. എൻ്റെ മനസ്സിൽ കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു, ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ അഭിമാനബോധം. അതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആരുടെയും ഒരു കളിയാക്കലും പരിഹാസചാരങ്ങളും ഞാൻ മൈൻഡ് ചെയ്തത് പോലുമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്തു. ഈ രാജ്യത്തെ എത്രയെത്ര പാവപ്പെട്ട അമ്മമാർ, സഹോദരിമാർ സ്വന്തമായി ടോയ്ലറ്റില്ലാത്തത് കൊണ്ട് സൂര്യോദയത്തിന് മുമ്പും സൂര്യോദയത്തിന് ശേഷവും ആരും കാണാതെ ആ രീതിയിൽ ആലോചിച്ച് നോക്കൂ. ഇതൊന്നും കണ്ട് ഇവർക്കൊരു വിഷമവും തോന്നിയില്ല. അതിനാണ് സഭാപതിജി, കാരണം അവർക്ക് ദാരിദ്ര്യം എന്താണെന്ന് അറിയില്ല. അവർ ദാരിദ്ര്യം കണ്ടിട്ടുള്ളത് TV-യിലാണ്, അല്ലെങ്കിൽ പത്രത്തിലൂടെയുള്ള വാർത്തകളിലാണ്. ദാരിദ്ര്യം എന്താണെന്ന് അനുഭവിച്ചവർക്കേ അവരുടെ വിഷമം മനസ്സിലാവൂ. അതിനാണ് സഭാപതിജി, അതുമാത്രമല്ല ഈ രാജ്യത്തെ 80%-ലധികം ജനത കുടിക്കാൻ ശുദ്ധജലം ഇത്രയും കാലം അവർക്ക് ലഭിച്ചിരുന്നില്ല. ശുദ്ധജലം, കുടിക്കാൻ ശുദ്ധജലം, ഇതൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ്, അല്ലാതെ ഇതൊന്നും വലിയ വലിയ ആവശ്യങ്ങളായിരുന്നില്ല. ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും ശുദ്ധജലം കൊടുക്കുന്നതിൽ അവരെ എന്താണ് തടഞ്ഞത്? ഭരണഘടന പറയുന്നുണ്ടായിരുന്നോ കൊടുക്കരുതെന്ന്? അതിന് സഭാപതിജി അവരത് ചെയ്തില്ല. പക്ഷേ ആ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തി, അതിൻ്റെ ഫലവും ഉണ്ടായി. അതിനാണ് സഭാപതിജി, ഈ രാജ്യത്തെ കോടിക്കണക്കിന് അമ്മമാർ, സഹോദരിമാർ പുകയടുപ്പിൽ അവരുടെ ജീവിതം ഹോമിക്കുകയായിരുന്നു. കണ്ണുകൾ കലങ്ങി 100 കണക്കിന് സിഗരറ്റുകൾ വലിക്കുന്നതിന് സമാനമായ പുക ശ്വസിച്ച് അവരുടെ ആരോഗ്യം ഇല്ലാതാക്കുകയായിരുന്നു. പുകയടുപ്പിൽ ഊതി ഊതി അവരുടെ ജീവിതം അടുക്കളയിൽ ഹോമിക്കുകയായിരുന്നു. അവരുടെ കണ്ണുകൾ എന്നും ചുവന്ന നിറമായിരുന്നു. അവരുടെ ആരോഗ്യം പൂർണ്ണമായി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും കാണാൻ ഇവർക്ക് കണ്ണുണ്ടായിരുന്നില്ല, ഇവർക്ക് മനസ്സുണ്ടായിരുന്നില്ല. 2013 വരെയും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് 9 സിലിണ്ടർ വേണോ, 6 സിലിണ്ടർ ആക്കണോ, 12 സിലിണ്ടർ നൽകണോ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു. എന്നാൽ ഈ രാജ്യത്ത് എത്ര ആളുകൾക്ക് അതിനുള്ള സൗകര്യമുണ്ടെന്ന് ഇവർ അന്വേഷിച്ചില്ല. പക്ഷേ ആ കഷ്ടതയും ഞാൻ മനസ്സിലാക്കി. ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം 18 കോടി കുടുംബങ്ങൾക്കാണ് പുതുതായി ഗ്യാസ് കണക്ഷൻ നൽകിയത്. ഇന്ന് രാജ്യത്തെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങളിലും ഗ്യാസ് കണക്ഷനുകൾ എത്തിയിട്ടുണ്ട്, എത്തിക്കാൻ എൻ്റെ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്.
നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 70 വർഷത്തിന് ശേഷം ഞാൻ വരേണ്ടി വന്നു നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് അവർക്ക് അടിസ്ഥാന കാര്യങ്ങൾ ലഭിക്കുന്നതിന്. ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യത്തെ എല്ലാ ജനങ്ങളും കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. ദാരിദ്ര്യത്തിനെതിരെ പോരാടാൻ വേണ്ടി അവർ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ സമയത്ത് ആ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു രോഗം വന്നാൽ അതോടെ അവരുടെ എല്ലാ പ്ലാനിങ്ങും തകരും. അത്തരം ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കണമെന്ന് 60 വർഷം ഭരിച്ച ഇവർക്ക് തോന്നിയില്ല. പക്ഷേ ഞങ്ങളുടെ സർക്കാരിന് തോന്നി. അതിന്റെ ഫലമായി ആയുഷ്മാൻ ഭാരത് യോജന എന്ന പദ്ധതി ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ 70 വയസ്സിന് മുകളിലുള്ളവർക്ക് BPL APL വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തെ എല്ലാ വയോജനങ്ങൾക്കും സൗജന്യമായി ചികിത്സ നൽകുന്ന പദ്ധതിയും ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഭരണഘടനയോടുള്ള ഞങ്ങളുടെ ആദരവ് തന്നെയാണ് ഇന്ന് 60 കോടി ആളുകൾക്ക് ആയുഷ്മാൻ ഭാരത് യോജന വഴി സൗജന്യ ചികിത്സ ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് 60 വർഷം ഭരിച്ച ഇവർക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും കഴിയാതെ പോയത്? ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് റേഷൻ നൽകുന്ന കാര്യം ഇപ്പോൾ അതിനും എന്നെ പരിഹസിക്കുകയാണ്. റേഷൻ കൊടുക്കുന്നതിനും എന്നെ പരിഹസിക്കുകയാണ്. ഭാരതത്തിൽ 25 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിയെന്ന് ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളെ കളിയാക്കിക്കൊണ്ട് അവർ വീണ്ടും ചോദിക്കും, 25 കോടി ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് പുറത്തു വന്നെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ 80 കോടി ആളുകൾക്ക് ഈ രാജ്യത്ത് റേഷൻ നൽകുന്നതെന്ന്. ഇങ്ങനെയുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് ദാരിദ്ര്യം എന്താണെന്ന് പോലും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ രോഗിയോട് ഡോക്ടർ എന്താണ് പറയുക? നിങ്ങളുടെ ഓപ്പറേഷൻ നന്നായി കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയായിട്ടുണ്ട്, പക്ഷേ എങ്കിലും വീട്ടിൽ പോയി 1 മാസം വിശ്രമിക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, ഇന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ, ഇന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്നുള്ള രീതിയിൽ പറയാറില്ലേ? എന്തിനാണ് അങ്ങനെ പറയുന്നത്? എന്തെങ്കിലും കഠിനമായ ജോലികൾ ചെയ്താൽ ചെയ്ത ഓപ്പറേഷന് ഫലമില്ലാതായി പോകും. അതുപോലെ തന്നെയാണ് 25 കോടി ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ദാരിദ്ര്യത്തിലേക്ക് വീണു പോകാതിരിക്കാൻ അവർക്കൊരു കൈത്താങ് ആവശ്യമുണ്ട്. ആ കൈത്താങ്ങാണ് സർക്കാർ നൽകുന്ന ഈ റേഷൻ. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട ആളുകളുടെ ദാരിദ്ര്യം വെറ്റിവർ അധികാരത്തിലെത്തിയതുപോലെ തന്നെ ബാങ്കിന്റെ ദേശസാൽക്കരണം നടത്തിയത് പാവപ്പെട്ടവരുടെ പേര് പറഞ്ഞാണ്. പക്ഷേ 2014 വരെയും ഈ രാജ്യത്ത് 55 കോടിയിലധികം ആളുകൾക്ക് ബാങ്കിന്റെ പടി കാണാനുള്ള ഭാഗ്യം പോലും ഉണ്ടായിരുന്നില്ല. അതിന്റെ സഭാപതിജി 2014 മുമ്പുള്ള കാലത്ത് പാവപ്പെട്ടവരെ ബാങ്കിൽ കയറ്റുക പോലും ഉണ്ടായിരുന്നില്ല. ആ പാപവും ചെയ്തത് നിങ്ങൾ തന്നെയാണ്. എന്നാൽ 2024 കണക്കെടുത്ത് നോക്കുമ്പോൾ 55 കോടിയിലധികം പാവപ്പെട്ട ആളുകളാണ് സീറോ ബാലൻസിൽ പുതുതായി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ഇന്ന് ബാങ്ക് അവരുടെ വീട്ടുപടിക്കൽ എത്തുകയാണ്. ഇന്ന് പോസ്റ്റ് ഓഫീസ് ബാങ്കിംഗ് സംവിധാനം വഴി ബാങ്കുകൾ അവരുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്ത് കൊടുത്തു എന്ന് മാത്രമല്ല, ഇവിടെ മുൻപൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ദില്ലിയിൽ നിന്ന് 1 രൂപ അയച്ചാൽ 15 പൈസ മാത്രമേ പാവപ്പെട്ടവർക്ക് ലഭിക്കുള്ളൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രി. എന്നാൽ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയുമായിരുന്നില്ല. അത് അദ്ദേഹം പറഞ്ഞതുമില്ല, ചെയ്തതുമില്ല. എന്നാൽ ഞങ്ങൾ അതും ചെയ്തു കാണിച്ചു. ഇന്ന് ഡൽഹിയിൽ നിന്ന് പാവപ്പെട്ട ആളുകൾക്ക് അയക്കുന്ന 1 രൂപയിൽ 1 പൈസയും ആരുടെയും അക്കൗണ്ടിലേക്ക് പോകുന്നില്ല. ആ 100 പൈസയും ആ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം ഞങ്ങൾ നടപ്പിലാക്കി. എങ്ങനെ ഞങ്ങൾക്ക് ബാങ്കിന്റെ ഉപയോഗം എങ്ങനെ കൃത്യമായി ചെയ്യണമെന്നും ആ അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നും അറിയാമായിരുന്നു. അതിനുള്ള മാർഗം ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങളത് ചെയ്തു കാണിച്ചു. ഞങ്ങൾ ഭരണഘടനയെ എങ്ങനെയൊക്കെ വിശ്വസിച്ചു എന്ന് ഇനിയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ടോ? അതിനിടെ സഭാപതിജി, ഇവർ ഭരിക്കുന്ന കാലത്ത് ബാങ്കുകളിലേക്ക് പാവപ്പെട്ടവർക്ക് പ്രവേശനം പോലും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഭരിക്കുമ്പോൾ ബാങ്കുകൾ അവരെ അങ്ങോട്ട് പോയി കണ്ട് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ലോൺ അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങോട്ട് കൊടുത്ത് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതാണ് ഞങ്ങൾ വരുത്തിയ മാറ്റം. അതിനിടെ സഭാപതിജി, ഗരീബി ഹട്ടാവോ എന്നത് അവർക്ക് അധികാരം നേടിയെടുക്കാനുള്ള ഒരു മുദ്രാവാക്യം മാത്രമായിരുന്നെങ്കിൽ ഞങ്ങൾക്കതായിരുന്നില്ല. ഞങ്ങൾക്ക് ഈ രാജ്യത്തെ പാവപ്പെട്ടവരെ കൈപിടിച്ചുയർത്തി സ്വന്തം നിലയിൽ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ അവരെ പ്രേരിപ്പിക്കണം. അതിനുവേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യണം. കാരണം ഭരണഘടന ഞങ്ങളെ പഠിപ്പിച്ചത് അതായിരുന്നു. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങളുടെ സർക്കാർ പ്രവർത്തിക്കുന്നത്. അത് ഞങ്ങളുടെ ദൃഢനിശ്ചയം തന്നെയാണ്. അതിനുവേണ്ടി ഞങ്ങൾ ദിനരാത്രം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആരെയൊക്കെയാണോ ഇവർ കണ്ടില്ലെന്ന് നടിച്ചത്, ആർക്കാണോ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലാതിരുന്നത്, ഇന്ന് അവരെ മോദി പൂജിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് ദിവ്യാംഗരെ കുറിച്ചാണ്. ഓരോ ദിവസവും എങ്ങനെയൊക്കെയാണ് അവർ ജീവിതം തള്ളി നീക്കിയിരുന്നത്, എത്ര വിഷമത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അധികാരത്തിൽ വന്നതിന് ശേഷം അവർക്ക് പ്രത്യേക പരിഗണന നൽകി. അവർക്ക് വേണ്ടി ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തി. ഇന്ന് ദിവ്യാംഗർക്ക് വീൽ ചെയറിൽ തന്നെ നേരിട്ട് ട്രെയിനകത്ത് വരെ പ്രവേശിക്കാൻ കഴിയും. പല മേഖലയിൽപ്പെട്ട സാധാരണക്കാരുടെ വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് കൊണ്ടാണ് ഞങ്ങൾക്കിത് ചെയ്യാൻ കഴിയുന്നത്. അതിനിടെ സഭാപതിജി, അതുമാത്രമല്ല, ദിവ്യാംഗർ ബുദ്ധിമുട്ടിയിരുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ദിവ്യാംഗർക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്ന സൈൻ ഭാഷ, അതിൽ ഒരു ഏകത്വം ഉണ്ടായിരുന്നില്ല.
ആസാമിൽ അവരെ പഠിപ്പിക്കുന്നതായിരുന്നില്ല ഉത്തർപ്രദേശിൽ അവരെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻ സർക്കാരിൻ്റെ കാലത്ത് അവർ പഠിച്ചിരുന്ന സൈൻ ഭാഷയുണ്ടല്ലോ, ആ ഭാഷ വെച്ചിട്ട് ആസാമിലുള്ള ഒരാൾക്ക് ഉത്തർപ്രദേശിലുള്ള ഒരാളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല, ഉത്തർപ്രദേശിലുള്ള ഒരാൾക്ക് മഹാരാഷ്ട്രയിലുള്ള ആളോട് സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം സൈൻ ലാംഗ്വേജിൽ തന്നെ ഒരു ഏകത്വം ഉണ്ടായിരുന്നില്ല. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. നമ്മുടെ രാജ്യത്തെ ബധിര മൂക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി, ദിവ്യാംഗർക്ക് വേണ്ടി ഒരു കോമൺ സൈൻ ലാംഗ്വേജ് അത്യാവശ്യം തന്നെയായിരുന്നു. സ്വാതന്ത്ര്യം നേടി 70 വർഷം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു ചിന്ത പോലും ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് ആ ചിന്ത ഉണ്ടായി. ഇന്ന് അവർക്ക് വേണ്ടി ഒരു കോമൺ ലാംഗ്വേജ് ഇവിടെ ഉണ്ട്. അതിനിടെ സഭാപതിജി, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, ഈ രാജ്യം ഭരിച്ച എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ തെരുവ് കച്ചവടക്കാരെ കുറിച്ച്. കാരണം അവർ എല്ലാ ദിവസവും കാണുന്നതാണ് അവരുടെ കഷ്ടപ്പാടും അവരുടെ ദുരിതങ്ങളും. അത് റെയിൽവേ പ്ലാറ്റ്ഫോമിലാണെങ്കിലും മറ്റെവിടെയാണെങ്കിലും ദിവസവും 12 മണിക്കൂർ, 14 മണിക്കൂർ, 16 മണിക്കൂർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് കയ്യിൽ പണമുണ്ടായിരുന്നില്ല. അവർക്ക് ദിവസവും ആ കച്ചവടം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പണം അവർ രാവിലെ പലിശയ്ക്ക് വാങ്ങിയിട്ട് കച്ചവടം നടത്തി വൈകുന്നേരം ആരിൽ നിന്നാണോ വാങ്ങിയത് അവർക്ക് പലിശ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്വന്തം മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാനുള്ള പണം പോലും അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് ദുരിതപൂർണമായ ജീവിതമാണ് ഈ തെരുവ് കച്ചവടക്കാർ കഴിച്ചു കൂട്ടിയിരുന്നത്. അവരെക്കുറിച്ചും മനസ്സിലാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവരെക്കുറിച്ചും ഞങ്ങൾ ചിന്തിച്ചു. അവർക്ക് വേണ്ടി സ്വനിധി യോജന എന്നൊരു പദ്ധതി തന്നെ തുടങ്ങി. ഒരു ഗ്യാരണ്ടിയുമില്ലാതെ 50,000 രൂപയും 1 ലക്ഷം രൂപയും ബാങ്കുകളിൽ നിന്ന് അവർക്ക് ലോൺ ലഭിക്കാൻ തുടങ്ങി. ഇന്ന് പലിശക്കാരുടെ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് അവരുടെ ദൈനംദിന ജോലികൾ, ദൈനംദിന കച്ചവടങ്ങൾ ചെയ്യാൻ കഴിയുന്നു. അതിന് സഭാപതിജി, ഞങ്ങളല്ലാതെ മറ്റാരും തന്നെ ഈ രാജ്യത്തെ വിശ്വകർമ്മ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അവരുടെ വിഷമം കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് വേണ്ടിയും പ്രത്യേക പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കി. വിശ്വകർമ്മ യോജന എന്നൊരു പ്രോഗ്രാം തന്നെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ടൂൾ ബോക്സുകൾ നൽകി, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ലോൺ കൊടുക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമാണ്. അവരെ ഇതിനു മുമ്പുള്ള ഒരു സർക്കാരും പരിഗണിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അതിനിടെ സഭാപതിജി, ട്രാൻസ്ജെൻഡർ വിഭാഗം സ്വന്തം വീട്ടിൽ പോലും സമൂഹത്തിൽ പോലും അകറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് വേണ്ടിയും പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി അവരെ സംരക്ഷിക്കുന്നതും ഈ സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാക്കി ഞങ്ങൾ കണ്ടു. കാരണം ഭരണഘടന ഞങ്ങളോട് പറഞ്ഞത് ഈ ഭാരതത്തിലുള്ള എല്ലാവരും ഭാരതീയരാണ്, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട്ടുകാരും നാട്ടുകാരും പോലും തള്ളിക്കളഞ്ഞിരുന്ന അവർക്ക് ഇന്ന് സമൂഹത്തിൽ നിലയും വിലയും ലഭിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിനുവേണ്ടി പല നിയമപദ്ധതി കൊണ്ടുവരാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിന്റെ സഭാപതിജി, നമ്മുടെ രാജ്യത്തെ ആദിവാസി വിഭാഗം, അതിനെ ആരും പരിഗണിക്കുമായിരുന്നില്ല. ഇപ്പോൾ ഈ ഡയലോഗുകൾ പറയുന്ന ആളുകളുണ്ടല്ലോ, ഇവർക്കൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഞാൻ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇവർ തന്നെയാണല്ലോ രാജ്യം ഭരിച്ചിരുന്നത്. ഗുജറാത്തിൽ ഉമർഗാവ് മുതൽ അംബാജി വരെ ഒരു പൂർണ്ണമായ മേഖല മുഴുവൻ ആദിവാസികൾ മാത്രം താമസിക്കുന്ന സ്ഥലമായിരുന്നു. ഞാൻ ഇതും കൂടി പറയാം, ഗുജറാത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി പോലും ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടും ആ ആദിവാസി വിഭാഗം താമസിക്കുന്ന ആ മേഖലയിലെങ്ങും സയൻസ് പഠിപ്പിക്കുന്ന ഒരു സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ മുഖ്യമന്ത്രി ആവുന്നത് വരെ ഒരു സയൻസ് പഠിപ്പിക്കുന്ന സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല. സയൻസ് സ്കൂൾ പോലും ഇല്ലാതെ എങ്ങനെയാണ് എത്ര സംവരണം ഉണ്ടെങ്കിലും അവർക്ക് എഞ്ചിനീയറും ഡോക്ടറും ആകാൻ കഴിയുന്നത്? ഞാൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ആ മേഖലയിൽ സയൻസ് സ്കൂളുകൾ കൊണ്ടുവന്നു, ITIകൾ കൊണ്ടുവന്നു, കൗശല്യ കേന്ദ്രങ്ങൾ കൊണ്ടുവന്നു, അവരെ ശാക്തീകരിച്ചു. ഇന്ന് ആ മേഖലയിൽ യൂണിവേഴ്സിറ്റി പോലുമുണ്ട്. അതിന്റെ സഭാപതിജി, ഈ ആദിവാസി വിഭാഗത്തിൽ തന്നെ അതിപിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അത് പറയുമ്പോൾ എനിക്ക് നമ്മുടെ രാഷ്ട്രപതിയെ ഓർക്കാതിരിക്കാൻ കഴിയില്ല. വനവാസി വിഭാഗത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഇന്ന് രാഷ്ട്രപതിയായ അവർ ഇന്ന് രാജ്യത്തിനാകെ മാതൃകയാണ്. അവർ എനിക്ക് വഴികാട്ടിയായിട്ടുണ്ട്. അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് PM ജൻമൻ യോജന എന്നൊരു പദ്ധതി തുടങ്ങിയത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടി. നമ്മുടെ രാജ്യത്തിന്റെ പല മേഖലകളിലും ഇപ്പോഴും പുറം ലോകം പോലും കാണാത്ത ഒരടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കാത്ത ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവർ വോട്ട് ബാങ്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാജ്യം ഭരിച്ചിരുന്നവർ, സംസ്ഥാനങ്ങൾ ഭരിച്ചിരുന്നവർ അവരെ പരിഗണിച്ചിട്ടേ ഇല്ല. പക്ഷേ മോദി അങ്ങനെയല്ല. മോദി ഭരിക്കുന്നത് ഈ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും എല്ലാ മേഖലയിലും പുരോഗതിയും വികസനവും കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളെ കണ്ടെത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് എൻ്റെ ചുമതല, എൻ്റെ ജോലി. ഞാനത് കൃത്യമായി ചെയ്യുന്നുമുണ്ട്. എന്നാൽ 60 വർഷം ഈ രാജ്യം ഭരിച്ചിരുന്നവർ എന്താണ് ചെയ്തതെന്ന് അറിയുമോ? ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട 100 ജില്ലകളെ കണ്ടെത്തി അവർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അവരെ പിന്നോക്ക ജില്ല എന്ന ഗണത്തിൽപ്പെടുത്തി അങ്ങോട്ട് ആരും പോകുമായിരുന്നില്ല. സർക്കാർ ഉദ്യോഗസ്ഥർ പോലും പോരുമായിരുന്നില്ല. അവിടേക്ക് റോഡുകളില്ല, വൈദ്യുതിയില്ല, കൃഷിയില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ആ പിന്നോക്ക ജില്ലകളിലേക്കാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന് പോലും അയച്ചിരുന്നത്. ആ രീതിയിലാണ് അവർ ആ ജില്ലകളെ കണ്ടത്. എന്നാൽ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ആ 100 ജില്ലകളെ എങ്ങനെ ഏറ്റവും മുന്നിലെത്തിക്കാം, അതായിരുന്നു എൻ്റെ സ്വപ്നം.
അതുകൊണ്ട് തന്നെ ആ 100 ജില്ലകളെ ആസ്പിറേഷണൽ ജില്ലകൾ എന്ന ഗണത്തിൽപ്പെടുത്തി. ആ 100 ജില്ലകളിൽ എല്ലാ പാരാമീറ്ററും ദേശീയ ശരാശരിയേക്കാൾ വളരെയധികം താഴെയായിരുന്നു. ആ 40 പാരാമീറ്ററുകളും ദേശീയ ശരാശരിക്കോ അതിന് മുകളിലോ എത്തിക്കുന്നതിന് വേണ്ടി ഞാൻ പലവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് ഒരു സംവിധാനത്തിന് കീഴിലാക്കി ആ 100 ജില്ലകൾക്ക് പ്രത്യേകം പദ്ധതികൾ തയ്യാറാക്കി നൽകി. അതിനുവേണ്ടി പ്രത്യേക ഓഫീസർമാരെ നിയമിച്ചു. ഇന്നതിൻ്റെ മാറ്റം കാണാനുണ്ട്. ഈ ആസ്പിറേഷണൽ ജില്ലകളിലെ, ഈ ആസ്പിറേഷണൽ ബ്ലോക്കുകളിലെ എല്ലാ പാരാമീറ്ററുകളും ഓൺലൈനായി ഞാൻ പോലും നേരിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദരണീയ സഭാപതിജി, ഇവിടെ പ്രതിപക്ഷത്തുള്ള ആളുകൾ ചില കഥകളൊക്കെ പറഞ്ഞത് കേട്ട് എനിക്ക് ആശ്ചര്യം തോന്നുകയാണ്. ആദരണീയ സഭാപതിജി, ഈ രാജ്യത്തെ ആദിവാസി വിഭാഗം 1947 ശേഷം ഉണ്ടായതാണോ? നമ്മുടെ പുരാണ കാലത്ത്, ശ്രീരാമന്റെയും ശ്രീകൃഷ്ണന്റെയും കാലത്ത് ഈ രാജ്യത്ത് ആദിവാസികൾ ഉണ്ടായിരുന്നില്ലേ? എന്നാൽ 1947 ഭാരത സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം വാജ്പേയി അധികാരത്തിലെത്തുന്നത് വരെ ഈ ആദിവാസി വിഭാഗത്തിന് വേണ്ടി ഒരു മന്ത്രാലയം ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി ചോദിക്കാൻ പറഞ്ഞ ആരും ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി പ്രത്യേക ബജറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ആദരണീയ സഭാപതിജി, ആദിവാസി വിഭാഗത്തെ പോലെ തന്നെ ഈ രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ എന്താ ഇപ്പോൾ ഉണ്ടായതാണോ? 1947 ശേഷം ഇപ്പോഴാണോ ഉണ്ടായതവർ? അല്ലല്ലോ. പക്ഷേ അവർക്ക് വേണ്ടി, അവരുടെ കാര്യം ശ്രദ്ധിക്കാൻ ഒരു പ്രത്യേക മന്ത്രാലയം ഇവിടെ ഉണ്ടായിരുന്നില്ല. അവർക്ക് വേണ്ടി പ്രത്യേക ബജറ്റ് ഉണ്ടായിരുന്നില്ല. 2014 ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവർക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയവും മന്ത്രിയും പ്രത്യേക ബജറ്റും ഉണ്ടാക്കിയത്. ആദരണീയ സഭാപതിജി, നമ്മുടെ പാവപ്പെട്ട കർഷകർ, ചെറുകിട കർഷകർ, അവർക്ക് സഹകരണ സംഘങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ചെറുകിട കർഷകർക്ക് ഏറ്റവും കൂടുതൽ ധനസഹായം ലഭിക്കുന്നത് സഹകരണ സംഘങ്ങൾ വഴിയാണ്, സൊസൈറ്റികൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ ആ സഹകരണ സൊസൈറ്റികളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സഹകരണ മന്ത്രാലയം ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഉണ്ടാക്കിയത്. അത്തരം ചെറുകിട കർഷകരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി, സഹകരണ സംഘങ്ങൾക്ക് ശക്തി പകരുന്നതിന് വേണ്ടി ഒരു സഹകരണ മന്ത്രാലയം ഞങ്ങളുടെ സർക്കാർ വന്നതിന് ശേഷമാണ് നടപ്പിലാക്കിയത്. അതിനുവേണ്ടി ഒരു പ്രത്യേക മന്ത്രിയും അതിനുവേണ്ടി പ്രത്യേക ബജറ്റും അതിലേക്ക് പ്രത്യേക ഫോക്കസും ഞങ്ങൾ വന്നതിന് ശേഷമാണ് തുടങ്ങിയത്. കാരണം ഈ രാജ്യത്തെ ചെറുകിട കർഷകരെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തയുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ആദരണീയ സഭാപതിജി, അതുപോലെ തന്നെയാണ് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ളത് ഭാരതത്തിലാണ്. ഇന്ന് ലോകത്തിനാകെ ആവശ്യമുള്ള അത്രയും വർക്ക് ഫോഴ്സ് കൊടുക്കാൻ കഴിയുന്നത് ഭാരതത്തിന് മാത്രമാണ്. പക്ഷേ നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് നല്ല തൊഴിൽ ലഭിക്കുന്നതിനുള്ള, അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട കഴിവുകൾ നൽകുന്നതിന് വേണ്ടി സ്കിൽ മന്ത്രാലയം ഞങ്ങൾ ഉണ്ടാക്കി. അവർക്ക് വേണ്ട പരിശീലന കേന്ദ്രങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കി. അവർക്ക് സൗജന്യമായി പരിശീലനം നൽകുന്ന പദ്ധതികൾ തയ്യാറാക്കി. അവർക്ക് സ്റ്റൈഫൻഡ് അങ്ങോട്ട് കൊടുത്ത് അവർക്ക് പുതിയ പുതിയ ടെക്നോളജിയിൽ ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ തുടങ്ങി. ഇന്ന് ലോകത്തിനാകെ തന്നെ മാനവശേഷി സംഭാവന എന്ന തരത്തിലേക്ക് ഭാരതത്തിൻ്റെ യുവസമൂഹം വളർന്നിരിക്കുന്നു. ആദരണീയ സഭാപതിജി, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, അവിടെ ജനസംഖ്യ കുറവാണ്, പ്രത്യേകിച്ചും സീറ്റുകൾ കുറവാണ്. അടൽ ബിഹാരി വാജ്പേയിജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള സംസ്ഥാനങ്ങളുടെ പ്രത്യേക വികസനത്തിന് വേണ്ടി ഡോണിയർ മന്ത്രാലയം തുടങ്ങിയത്. അതിൻ്റെ മാറ്റമാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ നല്ല റോഡുകൾ, നല്ല എയർപോർട്ടുകൾ, നല്ല ബ്രിഡ്ജുകൾ, കാർഷിക മേഖലയിലെ വികസനങ്ങൾ, വ്യവസായ സ്ഥാപനങ്ങൾ അങ്ങോട്ട് വരുന്നത്. എല്ലാം അത്തരം പ്രത്യേക ഫോക്കസ് ആ മേഖലയ്ക്ക് വേണ്ടി ഞങ്ങൾ നൽകിയത് കൊണ്ടാണ്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അവിടെ വൈദ്യുതി പോലും ഉണ്ടായിരുന്നില്ല. ഗ്രാമങ്ങളെല്ലാം ഇരുട്ടിലായിരുന്നു. റോഡുകൾ തമ്മിൽ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ഭാരതത്തിൽ എല്ലാ ആളുകളുടെയും ഭൂമിക്ക് പ്രത്യേകം റെക്കോർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി സുമിത്വ എന്ന യോജന ഞങ്ങൾ തയ്യാറാക്കി. ഡ്രോൺ മാപ്പിംഗ് നടത്തി കൃത്യമായ ഡിജിറ്റൽ രേഖകൾ ഉണ്ടാക്കി. ഇന്ന് രാജ്യത്തെ എല്ലാവരുടെയും ഭൂമിക്ക് കൃത്യമായ ഡിജിറ്റൽ രേഖയുണ്ട്. ആദരണീയ സഭാപതിജി, ഭരണഘടന അനുസരിച്ച് ഈ രാജ്യത്തെ പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവർക്കൊപ്പം നിന്ന് അവരെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി സർക്കാർ ആത്മാർത്ഥമായി പരിശ്രമിച്ചതിൻ്റെ ഫലമായി തന്നെയാണ് UN റിപ്പോർട്ട് പ്രകാരം 25 കോടിയിലധികം ആളുകൾ കഴിഞ്ഞ 10 വർഷത്തിൽ മാത്രം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി അതിൻ്റെ മുകളിലേക്ക് വന്നത്. അത് അല്ലാതെ ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. സർക്കാരിൻ്റെ കൃത്യമായ മേൽനോട്ടവും ഇടപെടലും കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. ഇതൊക്കെ ചെയ്യാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നത്, ഞങ്ങൾക്ക് അധികാരം നൽകുന്നത് ഈ രാജ്യത്തെ ഭരണഘടനയാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സൃഷ്ടാക്കളോട് ഞാൻ തല കുനിച്ചുകൊണ്ട് നന്ദി പറയുകയാണ്. ആദരണീയ സഭാപതിജി, ഞങ്ങൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറയുന്നത് വെറും മുദ്രാവാക്യമല്ല, അത് ഞങ്ങളുടെ ഭരണഘടനയുള്ള വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളും ഒരു ഭാവഭേദവുമില്ലാതെ എല്ലാവരിലേക്കും എത്തണം എന്നുള്ള നിശ്ചയദാർഢ്യത്തിലാണ് ഞങ്ങൾ ഓരോ പദ്ധതിയും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത്. കാരണം ഭരണഘടനയും പറഞ്ഞിരിക്കുന്നത് യാതൊരു ഭേദവ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരേപോലെ പദ്ധതികൾ നൽകണമെന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ പദ്ധതിക്കും
ഞാൻ സാച്ചുറേഷൻ എന്നൊരു കാര്യം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു മേഖലയിൽ ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ ആ മേഖലയിലെ 100% ആളുകൾക്കും ആ പദ്ധതി ലഭിക്കണം. അതിൽ ജാതി, മത, രാഷ്ട്രീയ, വർണ്ണ വ്യത്യാസം ഒന്നും തന്നെയില്ല. ആ മേഖലയിലുള്ള എല്ലാ ആളുകൾക്കും, അർഹതപ്പെട്ട എല്ലാവർക്കും ആ പദ്ധതി ലഭിക്കണം. 100% ആളുകളിലേക്ക് ഓരോ പദ്ധതിയും എത്തണം. ആ സാച്ചുറേഷൻ ലെവലിലാണ് ഞാൻ തൃപ്തി കണ്ടെത്തുന്നത്. ഇവർ പറയുന്നത് പോലെ കപട മതേതരത്വമല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥ സെക്യുലറിസം എന്ന് പറയുന്നത് 100% സാച്ചുറേഷൻ എന്നതിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100% സാച്ചുറേഷൻ എന്ന ലക്ഷ്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പിന്നീട് പ്രത്യേകിച്ച് സെക്യുലറിസം എന്ന് പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതിനിടെ സഭാപതിജി, നമ്മുടെ രാജ്യം 2047 വികസിത ഭാരതം എന്ന സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലെ ചിന്ത ഞാൻ രണ്ട് പക്ഷത്തെയുമുള്ള ഇവിടെയുള്ള എല്ലാവരോടുമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യമാണ്. ഞാൻ രണ്ട് പക്ഷത്തുമുള്ള എല്ലാവരോടും ചോദിക്കുകയാണ്. അവരോടുള്ള ചോദ്യം ഇതാണ്: നമ്മുടെ രാജ്യം ഭരിക്കാൻ യോഗ്യമായ നേതൃത്വം ആവശ്യമുണ്ടോ ഇല്ലയോ? അവരുടെ കുടുംബത്തിൽ ആരെങ്കിലും രാഷ്ട്രീയത്തിലില്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ കഴിയില്ലേ? അവർക്ക് വേണ്ടി രാഷ്ട്രീയത്തിന്റെ വാതിൽ അടച്ചിടണോ? ഈ രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഈ കുടുംബാധിപത്യ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം മുക്തരാകേണ്ടതുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞു വരുന്നത്, യാതൊരു രാഷ്ട്രീയ പരിചയവുമില്ലാത്ത കുടുംബത്തിൽപ്പെട്ടതാണെങ്കിലും യുവാക്കൾ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം. അത് ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളാണെങ്കിലും അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുടുംബത്തിൽ നിന്നും ഈ രാജ്യത്തെ സേവിക്കാൻ ആഗ്രഹിച്ചു വരുന്ന ചെറുപ്പക്കാരെ എല്ലാ പാർട്ടികളും പരിഗണിക്കണം. അവർക്ക് കൂടുതൽ അവസരങ്ങൾ നൽകണം. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുള്ള അപേക്ഷ ഇതാണ്: ഒരു രാഷ്ട്രീയ പരിചയമില്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്നതാണെങ്കിലും ഫ്രഷ് ബ്ലഡ് ആയിട്ടുള്ള യുവാക്കളെ നിങ്ങളെല്ലാ പാർട്ടിയും രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കണം. അവരെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം. അവരെ നാളെ ഈ രാജ്യം ഭരിക്കാൻ ഏൽപ്പിക്കുന്ന തരത്തിലേക്ക് അവരെ വളർത്തിയെടുക്കണം. അവരുടെ ചിന്തകൾക്ക് നിങ്ങൾ അംഗീകാരം നൽകണം. അവരുടെ വാക്കുകൾക്ക് നിങ്ങൾ വില കൽപ്പിക്കണം. ഞാൻ കരുതുന്നത് അത് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് തന്നെയാണ്. ഞാനിത് സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടിൽ നിന്നും പറഞ്ഞതാണ്. കുടുംബപരമായി യാതൊരു രാഷ്ട്രീയ ബന്ധവുമില്ലാത്ത 1,00,000 യുവാക്കളെങ്കിലും ജനസേവനത്തിന് തയ്യാറായി രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരണം, ഈ രാഷ്ട്രീയ രംഗത്തേക്ക് വരണം. നാളെ ഈ രാജ്യം ഭരിക്കേണ്ടത് നിങ്ങളാണ്. അതിനാണ് സഭാപതിജി, എനിക്കിത് ഓർമ്മയുണ്ട്. ഞാൻ മുൻപൊരിക്കൽ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ചെങ്കോട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ പറഞ്ഞാൽ പോരാ, ഭരണഘടനാപരമായി ഓരോ പൗരന്മാരുടെയും കർത്തവ്യങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് ബോധ്യമുണ്ടാകണം. അതിനാണ് സഭാപതിജി, എനിക്ക് സത്യം പറഞ്ഞാൽ അതിശയമാണ് ഭരണഘടനയുടെ ഭാ പോലും അറിയാത്ത ആളുകൾക്ക് ഭരണഘടനയിലെ കർത്തവ്യങ്ങളെക്കുറിച്ച് എങ്ങനെ പറഞ്ഞു പഠിപ്പിക്കാനാണ്? ഇത്രയും വികലമായ ചിന്താഗതിയുള്ള ആളുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, രാജ്യത്തിന് നിർഭാഗ്യമെന്നല്ലാതെ എന്തു പറയാൻ? എല്ലാവരും അവരവരുടെ കടമകൾ കൂടി കൃത്യമായി ചെയ്യാൻ തയ്യാറായാൽ ഈ രാജ്യം എത്രയോ നല്ല രീതിയിൽ പുരോഗതിയിൽ മുന്നോട്ട് പോകുമായിരുന്നു. മഹാത്മാഗാന്ധി തന്നെ പറഞ്ഞിട്ടുണ്ട്. മഹാത്മാഗാന്ധിജി പറഞ്ഞ എങ്ങനെയാണ്: വിദ്യാഭ്യാസമില്ലാത്ത എന്നാൽ വിവേകമുള്ള എൻ്റെ അമ്മയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്. നമ്മൾ നമ്മളുടെ കടമകൾ എത്രയും മികച്ചതായി ചെയ്യുന്നുണ്ടോ അത്രയും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് നല്ല വിജയങ്ങൾ നേടിയെടുക്കാനാകും, അധികാര സ്ഥാനത്തിലെത്താനുമാകും. മഹാത്മാഗാന്ധി ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്: നമ്മുടെ ഭാരതീയരെല്ലാവരും അവരുടെ കടമകൾ, കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, വൃത്തിയായി ചെയ്യുകയാണെങ്കിൽ വികസിത ഭാരതം എന്ന സ്വപ്നത്തിൽ നിന്ന് നമ്മളെ തടയാൻ ആർക്കും സാധ്യമല്ല. നമ്മൾക്കത് വളരെ എളുപ്പം നേടിയെടുക്കാനാകും. ഇത് മഹാത്മാഗാന്ധി പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞതല്ല. പക്ഷേ അത് തന്നെയാണ് എനിക്കിവിടെയുള്ള നിങ്ങളോടും അഭ്യർത്ഥിക്കാനുള്ളത്. അവരവരുടെ കടമകളെങ്കിലും കൃത്യമായി ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ രാജ്യം ഇനിയും വളരെ പെട്ടെന്ന് വികസിത ഭാരതം എന്ന സ്വപ്നം നേടിയെടുക്കുക തന്നെ ചെയ്യും. അതിനിടെ സഭാപതിജി, ഭരണഘടനയുടെ 75ാം വാർഷികത്തിൽ ഞാൻ ഈ സഭയിൽ എൻ്റെ 11 നിർദ്ദേശങ്ങൾ, 11 ദൃഢനിശ്ചയങ്ങൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും ആദ്യത്തേത് ഇത് തന്നെയാണ്: ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും സർക്കാരും അവരുടെ കടമകൾ കൃത്യമായി ചെയ്യുക തന്നെ വേണം. രണ്ടാമത്തേത്, എല്ലാ മേഖലയിലും പെട്ട എല്ലാ ആളുകൾക്കും വികസനം എത്തിക്കണം. അതുകൊണ്ട് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന മന്ത്രം എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തേത്, അഴിമതിയോട് ഒരു തരത്തിലും സന്ധി ചെയ്യില്ല എന്നുള്ള തീരുമാനം. അഴിമതിക്കാരെ, അഴിമതി ചെയ്തവരെ ആഘോഷിക്കുന്ന സമീപനം ഇല്ലാതാക്കണം. അഴിമതിക്കാരെ ആനപ്പുറത്ത് കൊണ്ടു നടക്കുന്ന സമീപനം ഒഴിവാക്കണം.
നാലാമത്തെ നിർദ്ദേശം, രാജ്യത്തെ നിയമങ്ങൾ കൃത്യമായി പാലിക്കുകയും രാജ്യത്തിൻ്റെ സംസ്കാരത്തിലും രാജ്യത്തിൻ്റെ പാരമ്പര്യത്തിലും രാജ്യത്തിൻ്റെ നിയമത്തിലും അഭിമാനം തോന്നണം. അനാദരവ് ഒരിക്കലും ഉണ്ടാകരുത്. അത് പാലിക്കാൻ തയ്യാറാവണം, അതിൽ അഭിമാനിക്കുകയും വേണം. അഞ്ചാമത്തേത്, അടിമത്തത്തിന്റെ ചിന്താഗതിയിൽ നിന്ന് പുറത്തു വരണം. രാജ്യത്തിന്റെ വികസനത്തിൽ, വളർച്ചയിൽ, സംസ്കാരത്തിൽ, പാരമ്പര്യത്തിൽ അഭിമാനിക്കണം. ആറാമത്തേത്, നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യം, നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയം കുടുംബാധിപത്യത്തിൽ നിന്ന് മുക്തമാക്കണം. ഏഴാമത്തേത്, ഭരണഘടനയോട് വിട്ടുവീഴ്ചയില്ലാത്ത ആദരവുണ്ടായിരിക്കണം. ഭരണഘടനയെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കരുത്. എട്ടാമത്തെ നിർദ്ദേശം ഇതാണ്, ഭരണഘടനയെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ആർക്കാണോ ഇപ്പോൾ സംവരണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് എടുത്തു കളയാൻ ശ്രമിക്കരുത്. പുതുതായി മതത്തിന്റെ പേരിൽ സംവരണം കൊണ്ടുവരാൻ ശ്രമിക്കുകയും അരുത്. അതിനുവേണ്ടി സംസാരിച്ച് ജനങ്ങളെ ശിഥിലമാക്കി രാജ്യത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കരുത്. ഒൻപതാമത്തെ സങ്കല്പം, ഒൻപതാമത്തെ തീരുമാനം, വിമൻ ലെഡ് ഡെവലപ്മെന്റിന് വേണ്ടി ഭാരതം കഴിയുന്നത്രയും പരിശ്രമിക്കണം. പത്താമത്തേതായി പറയാനുള്ളത്, സംസ്ഥാനങ്ങളുടെ വികസനം രാജ്യത്തിന്റെ വികസനത്തിനാണ്, രാഷ്ട്രത്തിന്റെ വികസനത്തിനാണ് എന്നുള്ള ചിന്താഗതി ആയിരിക്കണം വികസനത്തിന്റെ അടിസ്ഥാന മന്ത്രം. 11ാമതായി പറയാനുള്ളത് ഇത് തന്നെയാണ്, ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ചിന്താഗതി എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഭാരതത്തിന്റെ ഐക്യവും ഭാരതത്തിന്റെ പുരോഗതിയും ഭാരതത്തിന്റെ ഉയർച്ചയും തന്നെയായിരിക്കണം എല്ലാ ഭാരതീയരുടെയും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത്.